പ്രസ്റ്റീജിയസ് സീറ്റായ മലപ്പുറത്ത് ഒരു ബൈ ഇലക്ഷൻ എത്തുമ്പോൾ സ്ഥാനാർത്ഥി നിർണയം ലീഗിന് മുന്നിൽ കീറാമുട്ടിയല്ല. പക്ഷേ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഭിന്നസ്വരങ്ങൾ അതെങ്ങനെയാണ് ലീഗ് കൈകാര്യം ചെയ്യുക എന്നതാണ് പ്രധാനം. പ്രത്യേകിച്ച് വലിയൊരു മാറ്റത്തിന് കൂടി ഒരുപക്ഷെ പാർട്ടി ഇതോടുകൂടി വേദിയായേക്കും എന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ വിഷയം തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മലപ്പുറത്തെ ലീഗ് സ്ഥാനാർത്ഥി നിർണയം. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടി സ്ഥാനാർത്ഥിയാകും എന്ന തരത്തിലുള്ള സൂചനകൾ ശക്തമാണ്. എന്നാൽ കുഞ്ഞാലിക്കുട്ടിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ലീഗിൽ തന്നെ പടയൊരുക്കം ശക്തമായിട്ടുണ്ട്. കൂടുതൽ ചർച്ച ചെയ്യാതെ തീരുമാനമെടുക്കരുത് എന്നാണ് പാണക്കാട് തങ്ങളോട് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അഖിലേന്ത്യാ സെക്രട്ടറി അബ്ദുസമദ് സമദാനിയും സ്ഥാനാർത്ഥിത്വത്തിന് അവകാശവാദവുമായി രംഗത്തുണ്ട്. ഇ അഹമ്മദിന്റെ മകളെ മത്സരിപ്പിക്കണം എന്ന ഒരു വാദം ഒരു ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ഇത്തരം വിഷയങ്ങളൊക്കെയാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം തത്സമയം ചർച്ചയിൽ പങ്കുചേരാനായി കോട്ടയം സ്റ്റുഡിയോയിൽ നിന്നും ശ്രീ ഫക്രുദ്ദീൻ ചേരുന്നുണ്ട്. കാലിക്കറ്റ് സ്റ്റുഡിയോയിൽ നിന്നും ശ്രീ എ സജീവൻ ചേരും. ഒപ്പം തന്നെ ടെലിഫോൺ ലൈനിൽ ലീഗ് നേതാവ് ശ്രീ മായിൻ ഹാജി ചേരുന്നതാണ്. ഒപ്പം തന്നെ ട്രിവാൻഡ്രം സ്റ്റുഡിയോയിൽ നിന്നും ശ്രീ ഷഫീറും ചേരും, കോൺഗ്രസ് നേതാവ്. ചർച്ചയിലേക്ക് വരികയാണ്. എന്തായാലും നിലവിൽ ആദ്യം പറഞ്ഞു കേട്ട പേര് കുഞ്ഞാലിക്കുട്ടിയുടേത് തന്നെയാണ്. സ്വാഭാവികമായും അഹമ്മദിൻ്റെ വിയോഗത്തോടുകൂടി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൂടി സജീവമായി, ദേശീയ നേതൃത്വത്തിലേക്ക് കൂടി സജീവമായി എത്തിയ കുഞ്ഞാലിക്കുട്ടിയുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും അതിനും അപ്പുറത്തേക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. ശക്തമായി അത് നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഇന്ന് പുറത്തു വന്ന റിപ്പോർട്ടുകൾ. ഉടൻ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ളത് സംബന്ധിച്ച പ്രഖ്യാപനങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോകും എന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കെ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ എങ്ങനെയാണ് ലീഗ് കൈകാര്യം ചെയ്യുക എന്നത് തന്നെയാണ് പരിശോധിക്കപ്പെടേണ്ടത്. നമ്മോടൊപ്പം ശ്രീ മായിൻ ഹാജി, ലീഗ് നേതാവ്, ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മായിൻ ഹാജി, സ്വാഭാവികമായും എല്ലാ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഘട്ടത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു വരിക തള്ളിക്കളയാനാവാത്തതാണ്. ഇവിടെ പകരം വെക്കേണ്ടത് അഹമ്മദ് സാഹിബിന് പകരമുള്ള ഒരാളാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഒരു പ്രാധാന്യം പാർട്ടിക്കും അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ തന്നെയും എത്രത്തോളം ആയിരുന്നു എന്ന് നമുക്കറിയാം. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ മറുശബ്ദങ്ങൾ അതിനെ എങ്ങനെയാണ് പാർട്ടി കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ശ്രീ മായിൻ ഹാജി. ഞങ്ങള് ഈ തെരഞ്ഞെടുപ്പിന് ഈ അഹമ്മദ് സാഹിബ് ഇഹലോകവാസം വെടിഞ്ഞ ആ നിമിഷം മുതൽക്ക് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയിട്ടുണ്ട്. ഞങ്ങളെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കലൊക്കെ മാധ്യമങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യും. കുറെ പേരുകൾ രംഗത്ത് കൊണ്ടുവരും. എന്നിട്ട് ആ പേര് വന്നാൽ ഇങ്ങനെ ആക്ഷേപം, ഈ പേര് വന്നാൽ അങ്ങനെ ആക്ഷേപം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചർച്ചകൾ നിങ്ങൾ ഉണ്ടാക്കുന്നതല്ലാതെ മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല. ഞങ്ങൾ മറ്റന്നാൾ രാവിലെ വർക്കിംഗ് കമ്മിറ്റി ചേരുന്നുണ്ട്. അതിന്റെ പിന്നാലെ പാർലമെന്ററി ബോർഡ് ചേർക്കുന്നുണ്ട്. അന്ന് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ഞങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല. ഞങ്ങളെ സ്ഥാനാർത്ഥിയെ ഞങ്ങള് ഒരു വെണ്ണയിൽ നിന്ന് നൂല് വലിച്ചെടുക്കുന്ന വേഗതയിൽ 15-ാം തീയതി ഞങ്ങൾ തീരുമാനിക്കും. അത് നിങ്ങളോട് പറയും ചെയ്യും. മുസ്ലിം ലീഗ് പാർട്ടിയാണിത്. അതിൽ എന്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും ഒന്നും നടക്കില്ല. ഒരാൾക്ക് പോലും സ്ഥാനാർത്ഥി ഇന്ന ആളാവണമെന്നോ ആവണ്ടെന്നോ ഉള്ള ഒരു അഭിപ്രായം ലീഗിൽ ചർച്ച ചെയ്തിട്ടില്ല. ലീഗ് ആ പ്രോസസ്സിലേക്ക് കടന്നിട്ടില്ല. ഞങ്ങൾ അതല്ല കടക്കേണ്ട. സ്ഥാനാർത്ഥി ആരാണെങ്കിലും അത് നേതൃത്വം തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥി. ബാക്കിയുള്ളത് ഞങ്ങളെ പണി ഞങ്ങൾ എടുത്തു തുടങ്ങുക എന്നുള്ള നിലയിൽ പ്രവർത്തകന്മാർ രംഗത്ത് തെരഞ്ഞെടുപ്പ് ഗോതയിലാണിപ്പോ. അതാണ് മുസ്ലിം ലീഗ്. അതിനെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ട് ഇത്ര കാലം പ്രവർത്തിച്ചിട്ടും നമ്മുടെ വാർത്താ മാധ്യമങ്ങൾക്ക് മുസ്ലിം ലീഗിനെ മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ എന്നൊരു ഖേദം മാത്രമേ എനിക്കുള്ളൂ. നിങ്ങൾ എന്ത് പ്രചരിപ്പിച്ചിട്ടും എന്ത് തന്നെ നിങ്ങൾ മനസ്സിൽ കണ്ട് അതിനെ സൂചനയായും പ്രതികരണമായും റബൽ ശബ്ദമായും തീരുമാനിക്കാനുള്ള സാധ്യതയായും ഒക്കെ നിങ്ങളിങ്ങനെ പറഞ്ഞ് നിങ്ങൾ മോശക്കാരാവുന്നല്ലാതെ ലീഗിനൊന്നും സംഭവിക്കില്ല. ലീഗ് 15-ാം തീയതി രാവിലെ വർക്കിംഗ് കമ്മിറ്റി, അത് കഴിഞ്ഞ ഉടനെ പാർലമെന്ററി ബോർഡ്, അത് കഴിഞ്ഞ ഉടനെ തന്നെ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ വാർത്താ സമ്മേളനം നടത്തും. അതിൽ ലീഗിന്റെ തീരുമാനം പറയും. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തെരഞ്ഞെടുപ്പ് അടുത്ത 17-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കും. അതാണ് ഇന്നത്തെ മലപ്പുറത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു യാഥാർത്ഥ്യം. അതാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉൾക്കൊള്ളാം. ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. സത്യം അതാണ്. ദയവായി തുടരുക ശ്രീ മായിൻ ഹാജി. ശ്രീ ഫക്രുദ്ദീൻ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ 15-ാം തീയതി ഹൈദരലി തങ്ങൾ ഒരു പേര് പ്രഖ്യാപിക്കും. അതിനൊരു മറുവാക്കുണ്ടാകില്ല. ലീഗിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് തെരഞ്ഞെടുപ്പും പ്രത്യേകിച്ച് ഈ ഒരു സീറ്റ് സംബന്ധിച്ച ഒരു വിജയപരാജയത്തിന്റെ വലിയൊരു ആശങ്കയും നിലനിൽക്കുന്നില്ല. മറ്റ് പേരുകളൊക്കെ തള്ളിക്കളയുന്നതിനപ്പുറത്തേക്ക് പക്ഷേ
ഈ ഒരു തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് അഹമ്മദ് സാഹിബിന്റെ മരണം, ഈ ഒരു തെരഞ്ഞെടുപ്പ് ഒക്കെ നിലവിലെ സാഹചര്യത്തിൽ, നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ലീഗിന്? അത് ആ വിധത്തിലായിരിക്കും ലീഗ് കൈകാര്യം ചെയ്യുക എന്ന് തന്നെ വേണ്ടേ കരുതാൻ? ഫഖറുദ്ദീൻ, ഇതിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട തന്നെയാണ് ഈ ഇലക്ഷൻ. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ BJP ശക്തി പ്രാപിക്കുന്നു. ഇപ്പം ഭരണം കയ്യിലില്ല. മലപ്പുറത്ത് സാധാരണഗതിയിൽ ലീഗ് വിജയിക്കും എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ല. സാധാരണഗതിയിൽ ലീഗ് ജയിക്കേണ്ട, ലീഗിന്റെ ഒരു ഉറച്ച കോട്ട എന്ന് പറയാവുന്ന, മഞ്ചേരി പോലെയല്ല, ലീഗിന്റെ ഉറച്ച കോട്ട എന്ന് പറയാവുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ അവിടെ പ്രശ്നങ്ങളില്ലാതെ പോവുകയും ഏറ്റവും നല്ല ഒരു സഹതാപ തരംഗത്തിന് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തോടു കൂടി ലീഗ് അവിടെ ജയിക്കുകയും ചെയ്യാന്നുള്ളത് ലീഗിന്റെ പ്രധാനപ്പെട്ട, ലീഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ല, ഒരുപാട് പ്രശ്നങ്ങൾ, കാരണം പിണറായി വിജയൻ ഗവൺമെന്റിനെ പറ്റി വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാകുന്നു, ലീഗിന്റെ പ്രാധാന്യം കുറയുന്നു എന്നൊക്കെ രീതിയിലുള്ള പലതരത്തിലുള്ള ലീഗിൽ അന്തഛിദ്രങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റീഡിങ്സ് ഉണ്ടാകും. അതുകൊണ്ട് സാധാരണഗതിയിൽ ജയം പോരാ, നല്ലൊരു വിജയം തന്നെ ലീഗിന് അവിടെ വേണം. ലീഗിന്റെ ഈ പറയുന്ന പ്രശ്നങ്ങൾ, ഇത്തരം ഉണ്ടാകാനും സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഇവിടെ മാൻഹാജി പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. തങ്ങൾ ഒരു സ്ഥാനാർത്ഥിയുടെ പേരങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതിന്റെ മുമ്പ് പല ചർച്ചകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും എല്ലാം ലീഗിലുണ്ടാവും. അങ്ങനെ ഒരു ചർച്ചയാണ് നമ്മളിപ്പോൾ കുഞ്ഞാലി സാഹിബിന്റെ പേരുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്നത്. അപ്പൊ കുഞ്ഞാലി സാഹിബിന്റെ പേര്, അദ്ദേഹം ഇതിപ്പം വേറെ ആരും പറഞ്ഞില്ല, അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തന്നെ പാർട്ടി വന്നാൽ എന്ത് ഞാൻ ചെയ്യും എന്ന രീതിയിലൊക്കെയുള്ള പ്രസ്താവനകളുണ്ട്. സ്വാഭാവികമായിട്ടും ഉള്ളിലൊരു താല്പര്യമുള്ള സമയത്താണ് നമ്മൾ അത്തരം കാര്യങ്ങൾ ആ രീതിയിൽ പറയാം. മാത്രമല്ല വളരെ ചിരിച്ചുകൊണ്ട് ജോബിയലായിട്ട് മുട്ടിന് ഇംഗ്ലീഷൊക്കെ ഇട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഇതിനൊക്കെ ഓർത്താണ് അങ്ങനെ ഒരു റീഡിങ് വന്നത്. അങ്ങനെ ആ ഒരു റീഡിങ് അന്ന് വന്ന സമയത്ത് ഞാൻ ശരിക്കും അത്ഭുതപ്പെടുകയാണ്. കാരണം കുഞ്ഞാലി സാഹിബിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാലി സാഹിബിന് ഏറ്റവും നല്ല പ്രദേശം കേരളം തന്നെയാണ്. അദ്ദേഹത്തിന് മാക്സിമം അദ്ദേഹത്തിന് ഇവിടെ ഡെലിവർ ചെയ്യാൻ പറ്റും. ദേശീയ തലത്തിൽ കുഞ്ഞാലി സാഹിബിന് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷേ ദേശീയ തലത്തിലേക്ക് കുഞ്ഞാലി സാഹിബ് മാറിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ, അപ്പം ലീഗിന്റെ ഒരു കളക്റ്റീവ് ലീഡർഷിപ്പ് ഒക്കെ ആണെങ്കിൽ തന്നെ തങ്ങൾ ഫാമിലി കഴിഞ്ഞാൽ ലീഗിൽ ഏറ്റവും സ്വാധീന ശക്തിയുള്ള നേതാവ് കുഞ്ഞാലി സാഹിബാണ്. ഇടയ്ക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ പേരിൽ ചില പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് അദ്ദേഹത്തെ മാറ്റി നിർത്തിയപ്പോൾ സ്വാഭാവികമായിട്ട് പല സ്ഥലങ്ങളും തിരിച്ചടി ഉണ്ടാകുകയും പിന്നെ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യായിരുന്നു. കാരണം ഒരു കാര്യം ഏറ്റെടുത്ത് അത് ചെയ്യുക, പാവങ്ങളോടും അശരണരോടൊക്കെ ഉള്ള അദ്ദേഹത്തിന്റെ താല്പര്യം, ഞാൻ അദ്ദേഹത്തോടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള വിയോജിപ്പുകൾ നിർത്തിക്കൊണ്ട് തന്നെ ആണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. നമ്മൾ സത്യം കണ്ടില്ല എന്ന് അടിച്ചൊരു കാര്യമല്ല. കാരണം ഒരുപാട് ബന്ധുക്കളൊക്കെ ഉള്ള മലപ്പുറത്തുള്ള ഒരാളെന്ന രീതിയിൽ എനിക്ക് ഈ വസ്തുത അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ നമ്മൾ മാറിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു വലിയൊരു ഗുണം, ലീഗിൽ ഒരു പുതിയ ലീഡർഷിപ്പ് ഉണ്ടാവും. കേരള രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ ഏറ്റവും നല്ല ചെറുപ്പക്കാരായിട്ടുള്ള, ഏറ്റവും ഓർഗാനിക് ഇന്റലക്ച്വൽസ് എന്ന് പറയാവുന്ന ചെറുപ്പക്കാരുള്ള പാർട്ടിയാണ് യൂത്ത് ലീഗ്. ഫിറോസ് ആണെങ്കിലും അതുപോലെ ആരിഫ് അലി ആണെങ്കിലും അഷ്റഫ് അലി ആണെങ്കിലും എല്ലാം തന്നെ പുതിയ കാലഘട്ടത്തിലെ മുസ്ലിം സമുദായത്തിന് നല്ല മുസ്ലിം ലീഗിൻ്റെതായ വഴിയിൽ നല്ല മാർഗം കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുള്ള നല്ല വിവേകശാലികളായ ചെറുപ്പക്കാരാണ്. അപ്പുറത്താണെങ്കിൽ പിന്നെ മുനവർ അലി തങ്ങളെ പോലെയുള്ള തങ്ങൾ കുടുംബത്തിന്റെ ആത്മീയാചാര്യനും യൂത്ത് ലീഗിലൂടെ തന്നെ സജീവമായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. ഷിയ തങ്ങളുടെ കഥയെ പാരമ്പര്യം തന്നെ പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം അങ്ങോട്ട് മാറിക്കഴിഞ്ഞ് കേരളത്തിലെ ഈ പറയുന്ന യങ് ലീഡർഷിപ്പിന് ഒരു താങ്ങും തണലുമായിട്ട് നിൽക്കുക, ഗൈഡൻസ് കൊടുത്ത് നിൽക്കുകയാണ്. അത് കേരളത്തിലെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം നല്ലതായിരിക്കും. പക്ഷേ ഇതിന് കൂടെ തന്നെ സൗമ്യ പറഞ്ഞ മറ്റു പേരുകൾ, ഇപ്പൊ ഈ അഹമ്മദിന്റെ മകൾ നിന്ന് കഴിഞ്ഞാലൊക്കെ ആ പേരൊക്കെ വന്നു കഴിഞ്ഞാൽ തങ്ങൾ പറഞ്ഞാൽ പോലും ജില്ലാ പ്രശ്നങ്ങളുണ്ടാകും. കാരണം ലീഗിലുള്ള മലപ്പുറത്തുള്ള ആളുകൾക്ക് പണ്ടേ ഈ ദേശാടന കിളികളുടെ കേന്ദ്രമായി മലപ്പുറം മാറുന്നു. വനാത്ത് വാല, അതുപോലെ ഇബ്രാഹിം സുലൈമാൻ സേട്ട്, ഈ വയസ്സാം കാലത്ത് അഹമ്മദൊക്കെ മത്സരിച്ചതായിട്ട് ബന്ധപ്പെട്ട് ഉള്ളിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പൊ രാഷ്ട്രീയത്തിലൊന്നും കാര്യമല്ലാത്ത അഹമ്മദിന്റെ മോള് പിന്നെ കമറുന്നീസ് അൻവറിനൊന്നും കിട്ടാത്ത ഇമ്പോർട്ടൻസ് മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവിക ലീഗിൽ ചെറിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവും. അത് ഒരു പിന്നെ ഭൂരിപക്ഷം കുറയാനും ചിലപ്പോൾ അപ്പോൾ ജലീലിനെ പോലെയാണ് ഒരു സ്ഥാനാർത്ഥി. എല്ലാ മുസ്ലിംസിലെ എല്ലാ തരത്തിലുള്ള സെക്റ്റുകൾക്കും സ്വീകാര്യനായിട്ടുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും താല്പര്യമുള്ള ജലീലിനെ പോലെയുള്ള സ്ഥാനാർത്ഥിയായി വരികയും ഇവിടെ ലീഗുകാർക്ക് ഇഷ്ടമില്ലാത്ത, മലപ്പുറത്ത് ലീഗുകാർക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ പാർട്ടിക്കാരി ആണെങ്കിൽ പോലും, എന്ന് വെച്ചാൽ അവിടെ സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത ഒരാൾ സ്ഥാനാർത്ഥിയായി വന്ന ഒരുപക്ഷെ ചിലപ്പം തോൽക്കാനും സാധ്യതയുണ്ട്. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. കാരണം മനുഷ്യനാണ്, മനുഷ്യന്റെ മനസ്സാണ്, അന്നത്തെ പ്രശ്നങ്ങളാണ്. ഞാൻ തിരികെ എത്താം. ശ്രീ സജീവൻ, ഇവിടെ ഒരുപക്ഷെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രണ്ട് വിഷയങ്ങളാണ് മുൻപിൽ നിൽക്കുന്നത്. ഒന്ന്, നമുക്കറിയാം പല വിഷയങ്ങളിലും ഇപ്പോൾ UDF കോൺഗ്രസ് വലിയ രീതിയിൽ പഴി കേട്ടുകൊണ്ടിരുന്ന പല വിഷയങ്ങളിലും ലീഗ് സ്വതന്ത്രമായി എടുത്ത പല നിലപാടുകളും ഒരു പരിധിവരെ പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ ലീഗിന്റെ ആ ഒരു ജനകീയ മുഖം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു അടിത്തറ അത് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് കേരളത്തിലൊരു നേതൃത്വം സ്വാഭാവികമായും അഹമ്മദ് സാഹിബിന്റെ വിടവ് നികത്തുന്നതിന് പ്രാപ്തമായ ഒരാൾ ദേശീയ തലത്തിലേക്ക് വരണം. ഈ രണ്ട് വിഷയങ്ങൾ കൂടി കൈകാര്യം ചെയ്യപ്പെടുമ്പോൾ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ, മലപ്പുറം സീറ്റിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഈ സ്ഥാനാർത്ഥി നിർണയത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ അത് സ്വാഭാവികമാണോ? എങ്ങനെയാണ് അതിനെ കാണേണ്ടത് ശ്രീ സജീവൻ?
മലപ്പുറം സീറ്റിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങൾ ധാരാളം ആളുകൾക്കുണ്ടാകും. കാരണം അത്രയും കേരളത്തിലെ ഏറ്റവും സേഫ് ആയിട്ടുള്ള സീറ്റ്, ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സീറ്റാണ് ഇപ്പോൾ മലപ്പുറം ലോക്സഭാ സീറ്റ്. സ്വാഭാവികമായിട്ടും ധാരാളം ആളുകൾ, മുസ്ലിം ലീഗിൽ തന്നെ ധാരാളം ആളുകൾക്ക് താല്പര്യമുണ്ട് എന്നുള്ള കാര്യം അറിയാം. പക്ഷേ ലീഗ് നേതൃത്വത്തിൻ്റെ, പ്രത്യേകിച്ച് പാണക്കാട് കുടുംബത്തിൻ്റെ താല്പര്യം എന്ന് പറയുന്ന അവിടെ വളരെ ലീഗിൻ്റെ ഇപ്പോഴൊരു ദേശീയ തലത്തിലൊരു വലിയ ശക്തി ആർജിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ദേശീയ തലത്തിലുള്ള സമിതി വീണ്ടും പുനഃസംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ആളുകൾ ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള ഘട്ടത്തിൽ ദേശീയ തലത്തിൽ ലീഗിന് അഡ്രസ്സ് കൊടുക്കാവുന്ന ഒരാൾ തന്നെ ആയിരിക്കണം അവിടെ സ്ഥാനാർത്ഥി ആവേണ്ടതെന്നുള്ള താല്പര്യം എന്തായാലും അവർക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ അഭിപ്രായങ്ങളും താല്പര്യങ്ങളും ഒക്കെ പല ആളുകൾ പറയുമ്പോൾ പോലും ലീഗ് നേതൃത്വം അവർ നേരത്തെ തന്നെ കണക്കുകൂട്ടി വെച്ചതുപോലെ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് വളരെ വ്യക്തമാണ്. പലപ്പോഴും കിട്ടുന്ന സൂചനകൾ അനുസരിച്ചിട്ട് ലീഗിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം സംസ്ഥാന തലത്തിൽ ഒരു ശക്തി കാണിക്കൽ മാത്രമല്ല, 2021 ആകുമ്പോഴേക്ക് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ ഉണ്ടാവണമെന്നൊന്നുമില്ല. മോദി സർക്കാരിൻ്റെ ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ അപ്രമാദിത്വം യുപിയിലും മറ്റു പല സംസ്ഥാനങ്ങളും കിട്ടിയിട്ടുള്ള ഈ ഒരു അവസ്ഥ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അവിടെ മതേതര ശക്തികളുടെ ഒരു കൂട്ടായ്മയ്ക്ക് സാധ്യതയുണ്ടെങ്കിൽ അവിടെ ലീഗിന് വളരെയധികം സ്വാധീനമുള്ള അഹമ്മദ് സാഹിബിന് തുല്യനായിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവണം എന്നുള്ള താല്പര്യം തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ മലപ്പുറം കോൺസ്റ്റിറ്റ്യുവൻസി നേരത്തെ മഞ്ചേരി എന്നുള്ള പേരിലുണ്ടായിരുന്നതാണ്. അവിടെ അല്പം വീക്കാവുന്ന തരത്തിലുള്ളൊരു കാൻഡിഡേറ്റ് വന്നു കഴിഞ്ഞാൽ നേരിയ പ്രശ്നം പോലും ഉണ്ടാകുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടായി. 57 മുതലുള്ള കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു തവണ മാത്രമാണ് ആ മാറ്റം ഉണ്ടായിട്ടുള്ളത്. അത് പക്ഷേ ടി കെ ഹംസയെ പോലൊരു സ്ഥാനാർത്ഥി വന്നുകൊണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പരീക്ഷണത്തിൽ നിൽക്കില്ല. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം പേടിക്കേണ്ട ഒരു ഇതില്ല. അവർ ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ തവണ റെക്കോർഡ് ഉണ്ടായിരുന്നതാണ്. അത് റെക്കോർഡ് കുറെ കൂടി ശക്തമാക്കും എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ട് ഈ അഭിപ്രായ വ്യത്യാസങ്ങളും താല്പര്യങ്ങളും ഒക്കെ പലപ്പോഴും ഉണ്ട്. ആ ഉണ്ടാവുന്ന തരത്തിൽ അത് ഇല്ല എന്ന് നമ്മളൊന്നും ഒറ്റയടിക്ക് കണ്ണുമടച്ച് പറയാനില്ല. താല്പര്യമുള്ള എത്രയോ ആളുകളെ കുറിച്ച് നമുക്കൊക്കെ അറിയാം. പക്ഷേ ഇവിടെ തീരുമാനം എന്നത് ലീഗ് നേതൃത്വത്തിൻ്റെ പ്രഖ്യാപനം, പാണക്കാട് എന്നുള്ള ഒരു പ്രഖ്യാപനത്തിൽ അത് പരിഹരിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ പരിഹരിക്കുക മാത്രമല്ല, അത് അത്ര അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഒരു പ്രശ്നവുമില്ലാത്ത രൂപത്തിൽ പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ലീഗിന് ഇവിടെ ഒരു ബൈ ഇലക്ഷൻ ജയിക്കുക എന്നതിനേക്കാൾ അപ്പുറത്ത് അവിടെ ദേശീയ തലത്തിലുള്ള ഒരു ശക്തിപ്പെടലിന്റെ ഭാഗം കൂടിയാണിത്. തിരികെ എത്താം. ശ്രീ മൈൻ ഹാജി, അവിടെ തന്നെയാണ് ഒരുപക്ഷെ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ ഫക്രുദ്ദീൻ പറഞ്ഞതുപോലെ തന്നെ താങ്കൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് പിന്നെ മറിച്ചൊരു അഭിപ്രായം ഉണ്ടാകില്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് ലീഗ് രാഷ്ട്രീയം ഇത്രയേറെ ശ്രദ്ധയോടുകൂടി ഒരുപക്ഷെ മാധ്യമങ്ങളായാലും ഇപ്പോൾ നമ്മൾ ഈ ഒരു വിഷയത്തിലേക്ക് വന്നപ്പോഴായാലും ശ്രദ്ധിക്കാനുള്ള അല്ലെങ്കിൽ എടുത്തു പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്വാഭാവികമായും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ കൂടുതൽ ശക്തിപ്പെടേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി നേതൃനിരയിലേക്ക് വരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ. പ്രത്യേകിച്ച് BJPക്ക് അല്ലെങ്കിൽ മോദിക്കുള്ള ഒരു അപ്രമാദിത്വം പൊളിച്ചെഴുതാനുള്ള ഒരു സാഹചര്യം ഒരുക്കേണ്ടതുണ്ട്. അതൊരു ഭാഗത്ത് നിൽക്കുന്നു. മറുഭാഗത്ത് കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള ഒരാൾ എങ്ങനെയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ മാറ്റി നിർത്താനാകാത്ത ഒരു പ്രധാനപ്പെട്ട നേതാവായി നിൽക്കുന്നത് എന്നറിയാം. ഈ ഒരു ഘട്ടത്തിൽ തീരുമാനം വന്നിട്ടില്ല എങ്കിൽ കൂടി കുഞ്ഞാലിക്കുട്ടിയെ പോലെയൊക്കെ ഉള്ള ഒരാൾ സംസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തപ്പെടുന്നത് എത്രത്തോളം ഔചിത്യമുള്ള കാര്യമായിരിക്കും. അതിനും അപ്പുറത്തേക്ക് മറ്റു പല ഘടകങ്ങളുമായിരിക്കും. ഞാൻ ഈ സൂചിപ്പിച്ച പോലെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ ശക്തിപ്പെടേണ്ടതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയമായിരിക്കും ഉണ്ടാകുക. ശ്രീ മൈൻ ഹാജി, ഇപ്പോ ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളല്ലേ ഉള്ളത്. അതൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യാന്നല്ലാതെ ഞങ്ങൾക്ക് അതിലൊന്നൊരു ആശങ്ക അശേഷമില്ല. നിങ്ങള് കുഞ്ഞാലിക്കുട്ടി സാഹിബ് സ്ഥാനാർത്ഥിയാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കേരള പൊളിറ്റിക്സ് നിന്ന് മാറ്റി നിർത്തല്ല. കേരളം ഉൾപ്പെട്ട ഇന്ത്യ രാജ്യത്തെ മൊത്തം പൊളിറ്റിക്സ് കണക്കാക്കി പിന്നെ അതിന് നേതൃത്വം നൽകാൻ വേണ്ടിയായിരിക്കും അങ്ങോട്ട് വിടുക. അപ്പോ അത് ആരെയാണ് എന്ന് തീരുമാനിക്കാത്ത സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രസക്തിയില്ല. പ്രത്യേകിച്ച് എനിക്കതിന് മറുപടി പറയാനും സാധിക്കില്ല. ഇവിടെ സജീവൻ പ്രകൃതിയും പറഞ്ഞതിനെ സംബന്ധിച്ച് എന്താണ് ക്ലിയർ ആയിട്ട് ഞാൻ കേട്ടിട്ടില്ല. എന്താ പറഞ്ഞതെന്നൊന്ന് ചുരുക്കി പറഞ്ഞ ഒന്നോ രണ്ടോ വാക്കിലൊന്ന് പറഞ്ഞു തന്നാൽ. സജീവൻ ഒരു യാഥാർത്ഥ്യം പറഞ്ഞു കഴിഞ്ഞു. ആ യാഥാർത്ഥ്യം തന്നെ അവിടെ സംഭവിക്കാം. മുസ്ലിം ലീഗ് പാർട്ടി മലപ്പുറത്ത്
അത് 957 മുതൽക്ക് 52 മുതൽക്ക് അവിടെ മുസ്ലിം ലീഗ് ജയിച്ചു വരുന്ന 2004 ഉണ്ടായ ഒരു അവിചാരിതമായ സംഭവം കേരളത്തിലൊട്ടാകെ ഉണ്ടായി. അതിനെ മറികടക്കാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ആ ഒരു അബദ്ധം മുസ്ലിം ലീഗിന് ഒരു കാലത്തും പറ്റാത്തത്ര മുസ്ലിം ലീഗ് തിരുത്തപ്പെട്ടിട്ടുണ്ട്. കാരണം അന്നൊക്കെ മലപ്പുറം അല്ലെങ്കിൽ മഞ്ചേരി എന്നൊക്കെ പറഞ്ഞിക്കാൻ മുസ്ലിം ലീഗ് ഈസി ആയിട്ട് കണ്ടിട്ടാണ് പ്രവർത്തകന്മാർ പ്രവർത്തിക്കാറുള്ളത്. അതിലൊരു ഈസിയായി അങ്ങ് ഈ വാക്കവറല്ലേ എന്നുള്ള നിലയിൽ കാര്യങ്ങൾ തോന്നിയപ്പോ നമ്മളെ പ്രവർത്തകന്മാരിൽ അലംഭാവം ഉണ്ടായി. അത് സ്ഥാനാർത്ഥി തോൽക്കാൻ കാരണമായി. പക്ഷേ ഇനി അവിടെ ഫക്രുദ്ദീനും സൂചിപ്പിച്ച ഒരു വിഷയം അതാണ് ശ്രീ മൈൻ ഹാജി. അതായത് സ്വാഭാവികമായും ഇത്തരത്തിൽ ദേശീയ തലത്തിലേക്ക് മാറ്റി നിർത്തപ്പെടുമ്പോൾ, കുഞ്ഞാലിക്കുട്ടി പോലെയുള്ളവരെ മാറ്റി നിർത്തപ്പെടുമ്പോൾ, ഇതിനു മുൻപ് ലീഗിന് അത്തരം മാറ്റി നിർത്തലുകളിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ കൂടി പരിശോധിക്കപ്പെടേണ്ടതല്ലേ? മജീദ് തോറ്റത് അടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് തിരികെ കൊണ്ടുവരേണ്ട സാഹചര്യമല്ലേ ഉണ്ടായത്? അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ചായിരിക്കില്ലേ എന്നതാണ് ഫക്രുദ്ദീൻ സൂചിപ്പിച്ചത്. മജീദ് സാഹിബ് തോൽക്കാനുണ്ടായ സാഹചര്യം മുസ്ലിം ലീഗ് അന്ന് തന്നെ വിലയിരുത്തുകയും മുസ്ലിം ലീഗ് പോരായ്മ അതെന്തുകൊണ്ടാണ് അവിടെ സംഭവിച്ചതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും അതിന് പരിഹാരം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ് ഇനി ലോകാവസാനം വരെ ഇന്നത്തെ മലപ്പുറം പോലെയുള്ള പാർലമെന്റ് സീറ്റിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ തോൽക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. അക്കാര്യത്തിലൊന്നും നിങ്ങൾക്ക് സംശയം വേണ്ട. പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ വെച്ചൊരു ചർച്ചയ്ക്ക് ഇപ്പോ എനിക്ക് താല്പര്യമില്ല. ഇല്ല, സ്വാഭാവികമായില്ല. പക്ഷെ ഇവിടെ അഹമ്മദ് സാഹിബിന്റെ മകളുടെ പേരൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആ വിധത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ, ആ വിധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാതെ അഹമ്മദ് സാഹിബ് ഒരുപക്ഷെ ഉണ്ടാക്കിയ ആ ഒരു റെക്കോർഡ് വിജയം അത് ആവർത്തിക്കുന്ന രീതിയിലേക്കുള്ളൊരു സ്ഥാനാർത്ഥി നിർണയമാകില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിങ്ങൾ പറയുന്ന പേരുകളിൽ ആരെങ്കിലും ആയാലും അവിടെ ഒരാശങ്കയും ഞങ്ങൾക്കില്ല. ഞങ്ങൾ അതിന് തയ്യാറുള്ള ആളുകളെ ആരാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അതിന് പിന്നെ പറ്റിയ സൂട്ടബിൾ ആയിട്ടുള്ള അഹമ്മദ് എന്ന ദേശീയ രാഷ്ട്രീയത്തിലെ ശ്രദ്ധാകേന്ദ്രമായിരുന്ന ഏറ്റവും പ്രഗത്ഭനായ മുസ്ലിം ലീഗിന്റെ പ്രഗത്ഭനായ നേതാവ് ഒഴിഞ്ഞുപോയ കസേരയിലേക്കാണ് ഞങ്ങൾ ആളെ കണ്ടെത്തേണ്ടത്. അതിന് പൂർണ്ണമായും ഫിറ്റായ സ്ഥാനാർത്ഥിയായിരിക്കും മറ്റന്നാൾ തങ്ങൾ പ്രഖ്യാപിക്കുക. അതിലൊരു സംശയം വേണ്ട. ഞങ്ങൾക്ക് അതിലൊരു സംശയമില്ല. ഞങ്ങളെ ലക്ഷോപലക്ഷം പ്രവർത്തകന്മാർക്ക് ഒരു സംശയവുമില്ല, ആശങ്കയുമില്ല. 15-ാം തീയതി ഒന്ന് പുലർന്ന് കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുക പ്രവർത്തകന്മാര്. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ബാക്കി പണി അങ്ങ് നടത്തിയിട്ട് അടുത്ത മാസം 10-ാം തീയതി വരെ അവർ ഗോതയിലുണ്ടാകും. 12-ാം തീയതി വോട്ട് ചെയ്യിച്ചിട്ട് 12-ാം തീയതി വൈകുന്നേരം 5 മണിക്കാണ് അവർ വിശ്രമിക്കാം. പിന്നെ 17-ാം തീയതി ആ ദിവസം വരാനും വിജയാഘോഷത്തിന്റെ കൊപ്പ് കൂട്ടാനും വേണ്ടിയാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ പ്രവർത്തിക്കുക. അത് ലീഗാണ്. സജീവൻ പറഞ്ഞതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ഫക്രുദ്ദീനും മറിച്ച് പറയാനുള്ള സാധ്യത ഇല്ല എന്ന് എനിക്കറിയാം. അദ്ദേഹം കുറെയൊക്കെ സത്യസന്ധമായിട്ട് വിലയിരുത്താറുണ്ട് എന്നുള്ള നിലയിൽ മറിച്ച് പറയാനുള്ള സാധ്യത ഞാൻ കേട്ടിട്ടില്ല. ഫക്രുദ്ദീൻ പറഞ്ഞത് മുഴുവൻ കേൾക്കാത്തതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി വിലയിരുത്താൻ പറ്റില്ല. ഇപ്പൊ ഈ കാര്യത്തിൽ ഒരു തരത്തിലുള്ള ആശങ്ക ഞങ്ങൾക്കില്ല. നിങ്ങൾക്കത് വേണ്ട ആശങ്ക. നിങ്ങൾക്ക് ഇനി ആശങ്ക ഉണ്ടായാൽ പോലും ഞങ്ങൾക്ക് ഒന്നുമില്ല. ദയവായി തുടരുക ശ്രീ മൈൻ ഹാജി. ഒപ്പം തന്നെ ശ്രീ ഫക്രുദ്ദീൻ, ശ്രീ സജീവ് തിരികെ ചർച്ചയിലേക്ക് വരികയാണ്. ശ്രീ ഫക്രുദ്ദീൻ, ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലീഗിന് മുന്നിൽ നിരവധിയായ വിഷയങ്ങൾ, ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ കുഞ്ഞാലിക്കുട്ടി ആയിരിക്കാം പ്രഖ്യാപിക്കപ്പെടുക. ബുധനാഴ്ച ഏതായാലും ഈ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. അതിനപ്പുറത്തേക്ക് ഒരു വാക്കുണ്ടാവില്ല. പക്ഷേ മറ്റു വിഷയങ്ങൾ, പ്രത്യേകിച്ച് കോൺഗ്രസുമായുള്ള വിഷയങ്ങൾ, പ്രാദേശിക തലത്തിലായാലും നിരവധിയായ വിഷയങ്ങൾ നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെയും നമ്മൾ കണ്ടതാണ്. ഇത്തരം വിഷയങ്ങളൊക്കെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കൂടി പാർട്ടിക്ക് പോകേണ്ടതുണ്ട്. അവിടെ കുഞ്ഞാലിക്കുട്ടി മാറി നിൽക്കുകയല്ല എന്ന് പറയുന്നുണ്ട്. ആ വിധത്തിലാണ് പ്രഖ്യാപനമെങ്കിലും പക്ഷേ അത്തരം വിഷയങ്ങളൊക്കെ ബാധിക്കാത്ത രീതിയിലേക്ക് കൂടി കാര്യങ്ങൾ കൊണ്ടുപോകേണ്ട ഒരു ഉത്തരവാദിത്വം ലീഗിന് മുന്നിലില്ലേ? അതെങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യപ്പെടുക? ശ്രീ ഫക്രുദ്ദീൻ. അല്ല, ഇതിന്റെ കുഞ്ഞാലി സാഹിബിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം എല്ലാ രാഷ്ട്രീയ പാർട്ടികളായിട്ട് വളരെ നല്ല ബന്ധം നിലനിർത്തുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഷിഹാദ് തങ്ങളൊക്കെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ലീഗിന്റെ പഴയ ഒരു എന്താ വെച്ചാൽ ലീഗിന്റെ ഒരു മുസ്ലിം സെക്കുലർ കൾച്ചർ ഉണ്ടല്ലോ, അതിനെ വളരെ കൃത്യമായി റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇപ്പം അത് പിന്നെ കോൺഗ്രസുമായിട്ട് മാത്രമല്ല, BJP ആയിട്ടാണെങ്കിലും മറ്റു രാഷ്ട്രീയ പാർട്ടികളായിട്ടാണ് എല്ലാം അത് നല്ല അമിക്കബിൾ ആയിട്ട് റിലേഷൻഷിപ്പ്. അത് മാത്രമല്ല കോൺഗ്രസ് UDF പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു ട്രബിൾ ഷൂട്ടർ എന്ന രീതിയിൽ ഇടപെടുന്ന ആളുമാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പോലെ അങ്ങനെ ഒരാൾ ഇവിടുന്ന് മാറിയാലുണ്ടാവുന്ന ഒരു വാക്ക്, മാറിയാൽ ഇവിടെ ഇന്ന് പുതിയ ടെക്നോളജിയുടെ കാലഘട്ടമല്ലേ, ഡൽഹി അല്ലേ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഒരാൾ രാഷ്ട്രീയമായിട്ടുള്ള ഒരു സ്പേസിൽ നിന്ന് മാറുമ്പോൾ ഉണ്ടാവുന്ന പുതിയൊരു കെമിസ്ട്രി ഉണ്ടാവലുണ്ട്. അതാണ് വലിയൊരു പ്രശ്നം. ലീഗിൽ പിന്നെ പൊതുവേ നമ്മൾ കണ്ടിട്ടുള്ള കേരള രാഷ്ട്രീയം മടുത്ത ആളുകൾ അല്ലെങ്കിൽ ചില ആളുകളെ മാറ്റി നിർത്താനുള്ള ഉദ്ദേശം വെച്ചുകൊണ്ടൊക്കെ ഡൽഹിയിലേക്ക് അയക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം കുഞ്ഞാലി സാഹിബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ലീഗ് രാഷ്ട്രീയത്തിൽ ഇന്ന് മുടിചൂടാൻ വന്നതാണ്. തങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ജനസ്വാധീനമുള്ള നേതാവ് അദ്ദേഹം തന്നെയാണ്.
അതുകൊണ്ട് തന്നെ ഇവിടെ അദ്ദേഹത്തിന് അങ്ങ് പോവുകയാണെങ്കിൽ തന്നെ മാറ്റി നിർത്തുകയായിരിക്കില്ല, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ചോയ്സ് ആയിരിക്കും. അവിടെയാണ് ഞാൻ വണ്ടർ അടിച്ചേക്കുന്ന ഒരു കാര്യമുള്ളൂ. അപ്പൊ ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ സജീവട്ടമായ ദേശീയ രാഷ്ട്രീയത്തിൽ ലീഗിന് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന സംഘടനയുടെ പേരിലാണ് വിഭജനം ഉണ്ടായത്. അപ്പൊ മുസ്ലിങ്ങൾ ലീഗ് വിഭജനത്തിന് കാരണക്കാരാണ്, രാജ്യം വെട്ടിപ്പൂച്ചതിന് കാരണക്കാരാണ് എന്നുള്ള തോന്നൽ പൊതുസമൂഹത്തിൽ, കേരളം പോലെയല്ല, പൊതുസമൂഹത്തിന് ഉത്തരേന്ത്യയിലുണ്ട്, മറ്റു സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗിൽറ്റി ഫീലിംഗ് ഉണ്ട്, ഞങ്ങൾ കാരണമാണ് രാജ്യം വെട്ടിമുറിപ്പിക്കപ്പെട്ടെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. അതുകൊണ്ട് മുസ്ലിം ലീഗ് എന്ന ഒരു പേര് പറഞ്ഞുകൊണ്ട് ഉത്തരേന്ത്യ ആ രീതിയിൽ സ്പേസ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പം മുസ്ലിം ലീഗ് സത്യത്തിൽ ഇന്ത്യൻ മുസ്ലിംസ് കൃത്യമായി പിന്നെ എന്താ ആ ഒരു മതചട്ടത്തിനുള്ളിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പറ്റി ചിന്തിക്കാത്ത ഇന്ത്യൻ മുസ്ലിങ്ങൾ വളരെ കൃത്യമായിട്ട് എടുക്കേണ്ട ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് സ്റ്റാൻഡ് എടുക്കുന്ന പാർട്ടി. ഇപ്പം ജർമ്മനിയിലേക്ക് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടികളെ പോലെ ഒരു സെൻട്രിസ്റ്റ് ആയിട്ടുള്ള ഒരു റൈറ്റ് വിങ് മതപരമായ പാർട്ടി എന്ന രീതിയിൽ ഉള്ള ഒരു സാന്നിധ്യമുള്ള പാർട്ടി, അതൊരു നെഗറ്റീവ് അല്ല, വളരെ പോസിറ്റീവാണ്. ഇപ്പൊ NDF പോലെയുള്ള പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള വിധ്വംസക ശക്തികളുടെ കയ്യിലേക്ക് കേരളത്തിലെ മുസ്ലിം സമൂഹം പോകാതിരിക്കുന്ന ലീഗ് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ട് പോലും ഉത്തരേന്ത്യയിൽ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ പീസ് പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പാർട്ടികൾ അല്ലെങ്കിൽ പിന്നെ ഒവൈസിയുടെ പാർട്ടികൾ, തീവ്ര ഒരു മുസ്ലിം നിലപാടുകൾ മുന്നോട്ട് വെക്കുന്ന പാർട്ടികളെല്ലാം സ്പേസ് ഉണ്ടാക്കുമ്പോൾ ഇത്രയും പാരമ്പര്യയുടെ ലീഗിനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ആര് പോയി കഴിഞ്ഞാലും. പിന്നെയും ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ഫിറോസിനെ പോലെയൊക്കെയുള്ള ചെറുപ്പക്കാർ പോയി കഴിഞ്ഞാൽ അവരുടെ ഒരു കരിഷ്മ ഉപയോഗിച്ചുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പൊ അഹമ്മദ് സാഹിബ് കാര്യമായിട്ട് ശ്രമിച്ചിരുന്നു. ഒരുപക്ഷെ കുഞ്ഞാലി സാഹിബിനെക്കാട്ടും മറ്റ് അവിടെ ഉത്തരേന്ത്യയിൽ ഇടപെടാൻ പറ്റിയ ഒരാളായിരുന്നു അഹമ്മദ് സാഹിബ്. പക്ഷെ അദ്ദേഹത്തിന് പോലും പറ്റിയിട്ടില്ല. ശ്രമിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ വലിയ പരാജയമാണ്. ആ രീതി വലിയ മൂവ്മെന്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ ലീഗിന് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് കോൺഗ്രസിന്റെ ഭാഗമായിട്ട് ഒരു സെക്യുലർ പ്ലാറ്റ്ഫോമിനെ കേരളത്തിൽ ശക്തിപ്പെടുത്തുക, അത് ദേശീയ തലത്തിൽ നിൽക്കുക എന്നല്ല, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ആകപ്പാടെ കുഞ്ഞാലി സാഹിബ് പോകുന്നതിന്റെ ഗുണം ഞാൻ പറഞ്ഞ പോലെ ലീഗിൽ പുതിയ ഒരു ജനറേഷൻ വളർന്നു വരാനുള്ള മറ്റു പാർട്ടികളെ പോലെ കോൺഗ്രസ് പോലെയല്ല, പഴയ ജനറേഷൻ കൊണ്ട് മാറിക്കൊടുക്കുന്നില്ല. എന്നാൽ പുതിയ ജനറേഷൻ വളർന്നു വരാനുള്ള ഒരു സാധ്യത കുഞ്ഞാലി സാഹിബായിട്ട് ഒരുക്കുന്നതും അവരൊക്കെ ഒന്നും പറ്റാതെ അവരെ ആരെങ്കിലും ഒതുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവരെ ഗാർഡ് ചെയ്യുന്ന ഒരു ഗാർഡിയൻ ഏഞ്ചലായി അദ്ദേഹം ഡൽഹിയിൽ നിൽക്കുന്നത് നന്നായിരിക്കും. അതിൽ പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ ഇന്നിപ്പം സുധീരൻ രാജിവെച്ച ഒരു ഒരു പ്രശ്നമുണ്ടായി. അതുപോലെ തന്നെ BJP തൃശ്ശൂർ പോലുള്ള സ്ഥലങ്ങളിൽ 17% വോട്ടാണ് നേടിയത്. 17% വോട്ട് തൃശ്ശൂർ നേടിയെന്ന് വെച്ചാൽ ഹിന്ദു വോട്ടുകൾ ഏതാണ്ട് 35-40% വരും. അത് വലിയൊരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ കേരള രാഷ്ട്രീയത്തെ കോൺഗ്രസിന്റെ വോട്ടാണ് പ്രധാനമായും BJP പോകുന്നത്. ഈ സാഹചര്യത്തിൽ ലീഗിലെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള വളരെ സെക്യുലർ ആയിട്ടുള്ള വളരെ ഷൂഡായിട്ടുള്ള രാഷ്ട്രീയക്കാർക്ക് വളരെ നിർണായകമായ ഇടപെടൽ നടത്താനുണ്ട്. ഒരു പക്ഷേ അദ്ദേഹം ഡൽഹിയിലേക്ക് പോയാൽ ലീഗ് മിസ് ചെയ്യുന്നത്, കേരളം മിസ് ചെയ്യുന്നത്, UDF മിസ് ചെയ്യുന്നത് ആ ഒരു സാന്നിധ്യമായിരിക്കും. അതാണ് പ്രശ്നം. ശ്രീ സജീവൻ, ഇവിടെ ശ്രീ ഫക്രു സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ ഈ പറഞ്ഞതുപോലെ തന്നെ അഹമ്മദ് സാഹിബ് ഉള്ള സമയത്ത് പോലും എത്രത്തോളം അതിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞാലിക്കുട്ടി എത്തിയാലും അതെങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഫിറോസിനെ പോലെ ഉള്ളവരാണ് എങ്കിൽ അതിനുള്ള സാധ്യതയും ഇതൊക്കെ പരിശോധിക്കുമോ ലീഗ്? അതിനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള ഒരു സാധ്യത എത്രത്തോളമുണ്ട് ശ്രീ സജീവൻ? ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു മഞ്ചേരി, ഇപ്പോഴത്തെ മലപ്പുറം തെരഞ്ഞെടുപ്പിന്റെ വിജയം അല്ലെങ്കിൽ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ളതല്ല ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാര്യം. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതൊരാളെ സ്ഥാനാർത്ഥിയാക്കിയാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവർക്ക് ജയിപ്പിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നം 2021 വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മോദി അധികാരത്തിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ മതേതര ശക്തികളുടെ കൂട്ടായ്മ ഉണ്ടാക്കുക. ആ കൂട്ടായ്മ പലപ്പോഴും ലീഗിന് വഹിക്കാവുന്ന പങ്ക്, ഇപ്പം നമുക്കറിയാവുന്ന ദേശീയ തലത്തിൽ പല സംസ്ഥാനങ്ങളും പലതരത്തിലുള്ള മുസ്ലിം പാർട്ടികളുണ്ടെങ്കിൽ പോലും അവർക്കൊന്നും ദേശീയ തലത്തിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു ചലനം സൃഷ്ടിക്കാൻ പറ്റിയിട്ടില്ല. ഇതേപോലെ മതേതര കൂട്ടായ്മകൾ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്താൻ പറ്റിയിട്ടില്ല. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതുണ്ട്. ലീഗ് പല ഘട്ടങ്ങളിലും സേഠ് സാഹിബും ബനാത്ത് വാലയും ഉണ്ടായിരുന്ന കാലത്ത്, അതിനു മുമ്പേ കായികമല്ലത്ത് ഉണ്ടായിരുന്ന സമയത്തൊക്കെ ദേശീയ തലത്തിലെ വളരെ ഒരുപക്ഷെ ലോക്സഭയിലും രാജ്യസഭയിലൊക്കെ അംഗങ്ങളുടെ എണ്ണം വളരെ കുറവായിരിക്കാം, നാമമാത്രമായിരിക്കാം. പക്ഷേ അപ്പോഴും ദേശീയ തലത്തിലുള്ള ഒരു വലിയ മുസ്ലിം കൺസോൾട്ടേഷൻ, ന്യൂനപക്ഷങ്ങളുടെ കൺസോൾട്ടേഷൻ പലപ്പോഴും ലീഗിന് പറ്റിയിരുന്നു. ആ ഒരു തരത്തിൽ നിന്ന് ഒരു ശക്തി വീണ്ടും തിരിച്ചെടുത്തുകൊണ്ട് ഉള്ള ശ്രമത്തിലേക്കാണ്. അപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ലീഗ് അതിനുള്ള ശ്രമങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ യൂത്ത് ലീഗിൻ്റെ ദേശീയ തലത്തിലുള്ള സംഘടനാ ശക്തി വർദ്ധിപ്പിച്ചു, ലീഗിൻ്റെ വർദ്ധിപ്പിച്ചു, മറ്റ്
സാമുദായിക സംഘടനകളുമായിട്ട് സമസ്ത പോലുള്ള സംഘടനകളുമായി ചേർന്നുകൊണ്ട് കാരുണ്യ പ്രവർത്തനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ശരിയായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള ഇപ്പോഴത്തെ നിലനിൽക്കുന്ന ഒരു ഫാസിസ്റ്റ് ഭീഷണി നേരിടാൻ മതേതര കൂട്ടായ്മ ഉണ്ടാക്കി ചേർത്ത് തീർക്കുന്നതിൽ അതൊരു വലിയ പങ്ക് വഹിക്കാൻ പറ്റണം. അതിന് പറ്റുന്ന ഒരാളായിരിക്കണം. അതിലിപ്പോൾ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചില്ലെങ്കിൽ പോലും പറഞ്ഞു കേൾക്കുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആണെങ്കിൽ അദ്ദേഹത്തിന് പറ്റും. നമുക്കറിയാം ഈ മലപ്പുറം മണ്ഡലത്തിൻ്റെ സ്ഥിതി നോക്കിയാൽ അറിയാം. മലപ്പുറം മണ്ഡലം അത് മുമ്പുണ്ടായിരുന്ന മഞ്ചേരി മണ്ഡലം. ആ മഞ്ചേരിയുടെ ഖായിദ മില്ലത്ത് ഇസ്മായിൽ സാഹിബും അത് കഴിഞ്ഞിട്ട് സെയ്ഡ് സാഹിബും അത് കഴിഞ്ഞിട്ട് അഹമ്മദും ഒക്കെ ഇത് ദേശീയ രാഷ്ട്രീയത്തിൽ ചലനം സൃഷ്ടിക്കാൻ പറ്റിയ വളരെ ശക്തന്മാരായിട്ട് ആളുകൾ ഉണ്ടായിരുന്ന മണ്ഡലമാണ്. അവിടെ ഇപ്പം ദേശീയ തലത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് അതിശക്തനായിട്ട് ഒരാളെ തന്നെ അവിടേക്ക് അയക്കണമെന്നുള്ള ധാരണ കൊണ്ട് തന്നെ ആയിരിക്കും ഒരു പക്ഷേ പി.കെ. കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അങ്ങനെയായിരിക്കും. അല്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള തർക്കത്തിലേക്കല്ല പോവുക ഇപ്പോഴത്തെ തലത്തിൽ. അതായത് എനിക്ക് തോന്നുന്നു ഒക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും ലീഗിനെ പോലുള്ള ഒരു കക്ഷിക്ക് വളരെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. കാരണം കോൺഗ്രസ് എപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പരസ്പരം തല്ലി തീർക്കുന്ന സ്വഭാവമുണ്ട്. പല ഘട്ടങ്ങളിലും ലീഗ് നേതാക്കന്മാർക്ക് കർക്കശമായിട്ടുള്ള താക്കീത് നൽകേണ്ടി വന്നിട്ടുണ്ട്. കോൺഗ്രസ് ഇങ്ങനെ പോയാൽ ഞങ്ങൾ തനിച്ച് തന്നെ മത്സര രംഗത്ത് ഉണ്ടാവും എന്നുള്ള രീതിയിലേക്ക് മുന്നറിയിപ്പ് നൽകേണ്ടി വന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ആ രീതിയിലുള്ള നിലപാടെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഇപ്പം സുധീരൻ്റെ രാജി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാതെ, പക്ഷെ അതൊന്നും ഈ മലപ്പുറം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ ശക്തമായ പ്രതിരോധ നിര സൃഷ്ടിക്കണമെന്നുള്ള രാഷ്ട്രീയ ബോധമുള്ള പാർട്ടിയാണ് ലീഗ്. ഞാൻ തിരികെ എത്താം. ശ്രീ ഷഫീർ കൂടി ചേർന്നത് കോൺഗ്രസ് നേതാവ്. പക്ഷേ ഇവിടെയാണ്, അതായത് കുഞ്ഞാലിക്കുട്ടിക്കുള്ള സാധ്യതയാണ് സ്വാഭാവികമായും പറഞ്ഞേക്കുന്നത്. ശ്രീ മായിൻ ഹാജി നമ്മളോട് സംസാരിക്കുമ്പോൾ പറയേണ്ടത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാലേ അതേക്കുറിച്ച് പറയാനാവുമെന്ന്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒരു ദേശീയ നേതൃതലത്തിലേക്ക് അദ്ദേഹം വരുന്നു. സ്വാഭാവികമായും കേരളത്തിലെ ഇത്തരം വിഷയങ്ങളിൽ പ്രത്യേകിച്ച് UDF-നുള്ളിൽ തന്നെ കോൺഗ്രസ് ലീഗ് വിഷയങ്ങളിൽ വളരെ സമ്മതനായി ഇടപെടുന്ന ഒരു വ്യക്തി കൂടിയാണ് കുഞ്ഞാലിക്കുട്ടി. സ്വാഭാവികമായും അദ്ദേഹം ദേശീയ തലത്തിലേക്ക് മാറ്റി നിർത്തപ്പെട്ടാൽ ഉണ്ടാകാവുന്ന വിഷയങ്ങൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ മലപ്പുറം ഇപ്പം തന്നെ പറഞ്ഞ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും കണ്ട കോൺഗ്രസ് ലീഗ് വിഷയങ്ങൾ, ഇതൊക്കെ എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക എന്നുള്ളതാണ്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ ഒരു നിലപാട് എങ്ങനെയാണ്? അല്ല, ഐക്യജനാധിപത്യ മുന്നണിയിലെ ഏറ്റവും പ്രബലമായ കക്ഷിയാണല്ലോ മുസ്ലിം ലീഗ്. ഞങ്ങൾക്ക് അവിടെ ഒരു അനിശ്ചിതത്തിൻ്റെയും പ്രശ്നമില്ല. കാരണം എന്താണെന്നറിയോ, 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും പരാജയപ്പെട്ടപ്പോഴും ഇന്ന് ഈ പറയപ്പെടുന്ന മലപ്പുറം പാർലമെൻറ്റ് പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന അന്നത്തെ പൊന്നാനിയിൽ ജയിച്ചവരാണ് നമ്മൾ. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കറിയാം, കൃത്യമായിട്ടുള്ള ഫൈറ്റ് ഉണ്ടായിട്ടും ശ്രീ അഹമ്മദ് സാഹിബിന് ആരോഗ്യപരമായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും 1,90,000 വോട്ടിന് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീ P.K. സേനവയെ അരിവാൾ ചുറ്റിക നക്ഷത്ര മലയാളത്തിൽ പരാജയപ്പെടുത്തിയ ഒരു നിലപാട് അവിടെയുണ്ട്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 8 മാസത്തെ ഇടതുപക്ഷത്തിൻ്റെ ഭരണവും മുസ്ലിം ലീഗിൻ്റെ നേതാവ് ശ്രീ അഹമ്മദ് സാഹിബിനോട് കൃത്യമായിട്ട് സംഘപരിവാർ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിനോട് അനാദരവ് കാണിച്ച സംഭവം ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ചർച്ച ചെയ്യപ്പെടും. ഞങ്ങൾ പറയുന്നത് അറിയോ, ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തെ പോലും കൃത്യമായി റിപ്പോർട്ട് ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ മക്കളും ഇന്ത്യയുടെ പ്രബല രാഷ്ട്രീയ പ്രസ്ഥാനമായ കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീമതി സോണിയാഗാന്ധി രാത്രി 1:30 മണിക്ക് വന്നിട്ട് ഈ മരണം റിപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ ഹോസ്പിറ്റലിന് മുമ്പിൽ കുത്തിയിരിപ്പ് നടത്തേണ്ട സാഹചര്യം. അവസാനം യന്ത്രം 1 മണിക്കൂർ കടുപ്പിക്കേണ്ട യന്ത്രം 12 മണിക്കൂർ കടുപ്പിച്ചപ്പോൾ ശരീരവും മാംസവും ഇളവി മാറിയ പ്രശ്നം വൈകാരികമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഇടതുപക്ഷത്തിന് കൃത്യമായിട്ട് സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിക്കണം. ഞാൻ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും ഒരു വ്യവസായിക്ക് ആ സീറ്റ് വിൽക്കാനാണ് സാധ്യത. ഇവിടെ മലപ്പുറത്ത് ശ്രീ P.K. കുഞ്ഞാലിക്കുട്ടി സാഹിബാണോ സ്ഥാനാർത്ഥി എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ 15-ാം തീയതി ലീഗിൻ്റെ പ്രവർത്തക സമിതിയും അവരുടെ ഹൈപ്പവർ കമ്മിറ്റി മീറ്റിംഗും ശേഷം ലീഗിലെ ഹൈദരാലി ശിഹാബ് തങ്ങളാണ് തീർച്ചയായിട്ടും UDF-ന് വേണ്ടിയിട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടത്. അതിനു മുമ്പ് ഒരു കോൺഗ്രസ് നേതാവിനും ഒരു ലീഗ് നേതാവിനും ഇതൊന്നും പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ ശ്രീമാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വരണമെന്ന് പറയാൻ കാരണം അഹമ്മദ് സാഹിബിനും ലോക ഭൂപടത്തിൽ, ലോക സാംസ്കാരിക ഭൂപടത്തിൽ വലിയ സ്ഥാനമുണ്ടായിരുന്നു. അറബ് നേതാക്കന്മാരുമായിട്ട് വലിയ അടുപ്പമുണ്ടായിരുന്ന നേതാവാണ്. അപ്പോൾ അത്രയും ക്രാന്തദർശിയും ഹെവി വെയ്റ്റുമായ അഹമ്മദ് സാഹിബിൻ്റെ വിയോഗം മൂലം
ആ ഭാഗം ശൂന്യമായി കിടക്കുമ്പോൾ അത്ര തന്നെ കരുത്തനായ ഒരു നേതാവ് വരണം എന്ന് ലോകം ആഗ്രഹിക്കുകയാണ്, പ്രത്യേകിച്ചും അറബ് രാഷ്ട്രങ്ങൾ ആഗ്രഹിക്കുകയാണ്. അത് മാത്രമല്ല, കേന്ദ്രമന്ത്രി സ്ഥാനം ഉൾപ്പെടെയുള്ള സ്ഥാനത്തിരുന്ന അഹമ്മദ് സാഹിബിന് പകരമായി അതേ വെയിറ്റുള്ള ഒരാൾ തന്നെ വരണമെന്ന് ലീഗിനകത്തും പുറത്തും മാധ്യമങ്ങളിലുമൊക്കെ ചർച്ച വരുന്നതിലൊന്നും ആർക്കും തടസ്സമുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോഴത്തെ കേരള രാഷ്ട്രീയത്തിൽ ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ അനിവാര്യനായ നേതാവ് തന്നെയാണ്. പക്ഷേ അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ കേരള രാഷ്ട്രീയത്തിൽ നിന്നും കേന്ദ്ര രാഷ്ട്രീയത്തിലേക്ക് പോകാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹത്തിനെ ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രഖ്യാപിച്ചു. സ്വാഭാവികമായിട്ടും കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പ്പോൾ ഒരാൾ സ്ഥാനാർത്ഥിയാവണമെന്ന് ആഗ്രഹിച്ചാൽ അത് ലീഗിനകത്ത് എന്തെങ്കിലും പൊട്ടിത്തെറിയോ ഗ്രൂപ്പ് പ്രശ്നമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്തായാലും ശരി, അത് പ്രഖ്യാപിക്കേണ്ടത് അവരാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായിട്ട് തന്നെ 2.25 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടി ലീഗിന്റെ സ്ഥാനാർത്ഥി കോണി അടയാളത്തിൽ ജയിച്ചു വരും, UDF-ന്റെ സ്ഥാനാർത്ഥി. എന്തായാലും ശ്രീ മൈൻ ഹാജി, അഭിപ്രായ വ്യത്യാസങ്ങൾ ആ വിധത്തിലൊന്നുമില്ല. അത് ഈ ചർച്ചയിൽ പങ്കുചേർന്ന് ആരും പറഞ്ഞുമില്ല ഒരു പരാജയം ലീഗിന് മലപ്പുറത്തുണ്ടാകുമെന്ന രീതിയിൽ. ഒരുപക്ഷെ മറ്റ് ഓപ്ഷനുകളിലേക്ക് ലീഗ് പോകാനും സാധ്യതയില്ല. കുഞ്ഞാലി സാഹിബിനെ പോലെയുള്ള മുതിർന്ന നേതാക്കളാണ് സ്വാഭാവികമായും ആ ഒരു സീറ്റിലേക്ക് വരേണ്ടത്. അതിന്റെ പ്രസക്തിയും അറിയാം. ഇവിടെ പക്ഷേ ഫക്രുദ്ദീനും ശ്രീ സജീവനും പറഞ്ഞ 2 വിഷയങ്ങളുണ്ട്. ഒന്ന്, നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ ദേശീയ തലത്തിൽ ലീഗിന്റെ പ്രാധാന്യം കൂടി വരുന്ന ഒരു പശ്ചാത്തലം ഉണ്ട്. സ്വാഭാവികമായും തുടർച്ചയായി ഉണ്ടാകുന്ന BJP-യുടെ ഒരു മുന്നേറ്റം ഒക്കെ കൂടി കണക്കിലെടുക്കുമ്പോൾ, പക്ഷേ അതിന് എത്രത്തോളം ഈ ഒരു സീറ്റും അവിടുത്തെ വിജയവും ഒക്കെ ഹേതുവാകും എന്നുള്ളതാണ് 2 അഭിപ്രായങ്ങൾ ഇവിടെ ശ്രീ ഫക്രുദ്ദീനും ശ്രീ സജീവനും പറഞ്ഞത്. ഫക്രുദ്ദീൻ അതിന്റെ ആശങ്കകൾ എത്രത്തോളം ആ വിധത്തിലേക്ക് കടന്നു എത്താനാകുമെന്ന് പങ്കുവച്ചപ്പോൾ ശ്രീ സജീവൻ പറഞ്ഞത് അതിനുള്ള സാധ്യതകൾ തുറന്നുകൊണ്ടാണ് ഈ വിധത്തിൽ കൂടുതൽ ദേശീയ തലത്തിൽ തന്നെ ശക്തിപ്പെടുത്താനുള്ള, സംഘടനയെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ, താഴേക്കിടയിലേക്ക് കൂടി ആ വിധത്തിൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളെയൊക്കെ ശ്രീ സജീവൻ ചൂണ്ടിക്കാണിച്ചത്. ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത് ശ്രീ മൈൻ ഹാജി? ഞാൻ നേരത്തെ പറയുന്ന ഒരൊറ്റ പോയിന്റ്, ഞങ്ങൾക്കൊരു ആശങ്കയില്ല എന്നതാണ്. അപ്പൊ ഫക്രുദ്ദീന് ആശങ്ക ഉണ്ടെങ്കിൽ ഫക്രുദ്ദീൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും തരത്തിൽ CPM പാർട്ടിയെ കൊണ്ട് ഇന്നത്തെ രാജ്യത്തെ രക്ഷിക്കാനുള്ള ഒരു ദൗത്യം ഇവിടെ ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ ജനാധിപത്യ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലും ഫാസിസ്റ്റ് വിരുദ്ധ പ്രസ്ഥാനങ്ങളിലും ഉണ്ട് എന്ന ഒരു സത്യം മനസ്സിലാക്കി മുസ്ലിം ലീഗിന് കലവറയില്ലാത്ത പിന്തുണ കൊടുത്ത് ഒരു ഞെട്ടിക്കുന്ന വിജയം മുസ്ലിം ലീഗ് നിർത്തുന്ന UDF നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് നൽകാൻ സഹായിക്കുകയാണ് വേണ്ടത്. ഞങ്ങൾക്ക് ഒരു ആശങ്കയില്ല. അല്ല, മലപ്പുറത്തെ വിജയം സംബന്ധിച്ച ആശങ്കയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ മലപ്പുറം സീറ്റ് അല്ല ലീഗിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം. മുന്നോട്ടുള്ള ഒരു വലിയ മാറ്റമാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം. അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് ദേശീയ രാഷ്ട്രീയം വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതിനെ എത്രത്തോളം ഉൾക്കൊണ്ടുകൊണ്ടാകും ലീഗ് മുന്നോട്ട് പോകുക എന്നതാണ്. ഞാൻ പറയട്ടെ, മുസ്ലിം ലീഗ് പാർട്ടി അത്തരം കാര്യങ്ങളൊക്കെ നിർവഹിക്കാനാണ് ഒരാളെ തെരഞ്ഞെടുക്കുന്നത്. അല്ലാതെ വെറും മലപ്പുറം നിയോജകമണ്ഡലത്തിലെ ഒരു MP എന്നുള്ള ഒരൊറ്റ ആവശ്യത്തിനല്ല. മലപ്പുറം നിയോജകമണ്ഡലത്തിന്റെ സർവ്വതോന്മുഖമായ പുരോഗതി, മറ്റു കാര്യങ്ങൾ, ജനകീയ പ്രശ്നങ്ങളൊക്കെ കൃത്യമായി നിർവഹിച്ചതിന് ശേഷം അവർക്കുള്ള ഡ്യൂട്ടി രാജ്യത്തൊട്ടാകെയുള്ള ഈ ഫാസിസ്റ്റ് ഭീഷണിക്ക് എതിരെ അണ്ണാറക്കണ്ണനും തന്നാലായത് ചെയ്യുക എന്നത് തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. പിന്നെ ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ ഏതെങ്കിലും കാലത്ത് നിർത്തുമ്പോൾ അതിൽ ഇന്നാൾ വെച്ചുകൂടായിരുന്നോ എന്നൊന്നും ഇന്നുള്ളതല്ല. ഞാൻ ഓർക്കുന്ന 1984 ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോ അന്നത്തെ ഇവിടെ നമ്മുടെ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ബഹുമാനപ്പെട്ട അന്തരിച്ച EK നായനാർ അവറുകൾ ചോദിച്ച ചോദ്യം എന്റെ മനസ്സിൽ ഇപ്പോഴും തട്ടി നിൽക്കുകയാണ്. ഞാനന്ന് സുലൈമാൻ സേഠ് സാഹിബിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ ആയിരുന്നു ബേപ്പൂർ സെക്ടറി. അവിടെയുള്ള ഒരു വമ്പിച്ച പൊതുയോഗത്തിൽ, വമ്പിച്ച സമ്മേളനത്തിൽ അദ്ദേഹം ചോദിച്ച GH-ന്റെ മോൻ മുനീറില്ലായിരുന്നോടോ നിങ്ങൾക്ക് നിർത്താൻ എന്നാ ചോദിച്ചത്. അപ്പോ ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ് മരിച്ചപ്പോൾ ഇബ്രാഹിം സുലൈമാൻ സേഠ് ഏറ്റവും ലീഗിൽ നിന്ന് വിട്ടപ്പോൾ ഇബ്രാഹിം സുലൈമാൻ സേഠ് ആണ് ഈ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും അധികം പാർലമെന്റിലേക്ക് അയക്കാൻ 1ാമത്തെ ആള് എന്നായിരുന്നു മാറ്റി പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോ കഴിഞ്ഞ തവണ അഹമ്മദിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോ എന്തെല്ലാം പാർട്ടിയിലാകെ കുഴപ്പമാണ്. പ്രവർത്തകന്മാർ പ്രകടനം നടത്തുന്നു, ഉത്സവപ്രകടനം നടത്തുന്നു, ദയനീയമായി തോൽക്കും. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുസ്ലിം വനിത പാർലമെന്റിലേക്ക് മത്സരിക്കുന്നു. ആ മുസ്ലിം വനിതയെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയക്കുമെന്ന് തീർച്ചയാണ് എന്നൊക്കെ പറഞ്ഞ ആളുകളാണ് ഇപ്പോ ഇത് മറിച്ചു പറയുന്നത്.
ഈ അഹമ്മദ് എന്ന യുഗപ്രഭാവനായ മനുഷ്യന് പകരം വെക്കാനുള്ള ആളാരെ ലീഗിലുണ്ട് എന്നാ ചോദിക്കുന്നത്. ഞങ്ങൾ ആ ആളുകളൊക്കെ കണ്ടെത്തും, ഞങ്ങൾ തീരുമാനിക്കും. പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇത് ആഗ്രഹിച്ചിരുന്നു എന്ന് ഇപ്പൊ ആരോ പറഞ്ഞതെന്നുള്ള എനിക്ക് പേര് അറിയില്ല. അത് തെറ്റായ ഒരു ധാരണയാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ ഇന്ന് വരെ അനുഭവിച്ച പദവികൾ, അദ്ദേഹം മുനിസിപ്പൽ കൗൺസിലർ ആയിട്ടുണ്ട്, മുനിസിപ്പൽ ചെയർമാൻ ആയിട്ടുണ്ട്, MLA ആയിട്ടുണ്ട്, മന്ത്രിയായിട്ടുണ്ട്. മന്ത്രി എന്നുള്ള നിലയിൽ കേരളത്തിലെ എല്ലാ വകുപ്പുകളിൽ മിക്കതും കൈകാര്യം ചെയ്ത മന്ത്രിയായിട്ടുണ്ട്. ഈ സമയത്തൊക്കെ അദ്ദേഹം പാർട്ടി ഏൽപ്പിച്ച ഡ്യൂട്ടി ഏറ്റെടുത്ത് നിർവഹിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ഒരിക്കൽ പോലും എനിക്ക് അതാവണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല. എന്നും അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ട് എന്നാരെങ്കിലും പറഞ്ഞാൽ അത് തനിച്ച അസംബന്ധമാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് അങ്ങനെ എനിക്കൊന്ന് ഷഫീർ പറഞ്ഞത് പാർട്ടി അല്ല, ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, അണികൾ ആഗ്രഹിക്കുന്ന രീതിയിലാണ്. എന്തായാലും അണികൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യനായ വ്യക്തി കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെയാണ്. അത് പാണക്കാട് തങ്ങൾ ചോദിക്കേണ്ടവരോട് ചോദിക്കും, അതിൽ നിന്നും വിവരം കിട്ടും, അതിനനുസരിച്ച് തങ്ങൾ തീരുമാനിക്കും. അപ്പൊ ആ കൂട്ടത്തിൽ പൊതുസമൂഹത്തിന്റെ അഭിപ്രായവും തങ്ങൾ മനസ്സിലാക്കും. അതാണ് പാണക്കാട്ട് ശൈലി. എന്നിട്ട് ഒരു നല്ല സ്ഥാനാർത്ഥി വരും. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും വേണ്ട. മികച്ച ഭൂരിപക്ഷത്തിന് രാജ്യം ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഭീഷണി ഫാസിസ്റ്റ് ഭീഷണിയാണ്. UP തെരഞ്ഞെടുപ്പോട് കൂടി അതിന്റെ മൂർധന്യത്തിൽ എത്തി നിൽക്കുക. ഇവരുടെ കയ്യിലെങ്ങാനും UP-യിൽ ഒരു വിജയം പോലെ രാജ്യത്തൊരു വിജയമുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വിജയം ദൗർഭാഗ്യവശാൽ ഉണ്ടായിപ്പോയാൽ, ഒരു കാലത്ത് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, ഉണ്ടായിപ്പോയാൽ നമ്മുടെ രാജ്യം കഴിഞ്ഞ 7 പതിറ്റാണ്ടിലധികം കാലം കാത്തു സൂക്ഷിച്ച ഒരു അഭിമാനകരമായ പൈതൃകമുണ്ടല്ലോ, അതാണ് ഇവിടെ തകർന്ന് തരിപ്പണമാവാൻ പോകുന്നത്. അതിനെതിരെയുള്ള പോരാട്ടമാണ് നമ്മളിപ്പോ എല്ലാ തെരഞ്ഞെടുപ്പും, വരാനുള്ള എല്ലാ തെരഞ്ഞെടുപ്പും അങ്ങനെ തന്നെയാണ്. അപ്പോ എല്ലാ ഫാസിസ്റ്റ് വിരുദ്ധ ശക്തികളും ഒറ്റക്കെട്ടായി അണിനിരന്ന് ഇവരെ തകർക്കാനുള്ള നടപടി സ്വീകരിക്കണം. അതിന്റെ ആ മുന്നേറ്റത്തിനോടൊപ്പം ചേരണം. അവിടെ മതേതര ശക്തികളിൽ ഭിന്നിപ്പുണ്ടാകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനവും ഒരു പാർട്ടിയും, ഫാസിസ്റ്റ് വിരുദ്ധം എന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടിയും ചെയ്യരുത്. അങ്ങനെ ചെയ്യില്ല എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് മുതൽ. ദയവായി തുടരുക. ശ്രീ മൈൻ ഹാജി ഒപ്പം മറ്റു അതിഥികളും തിരികെ ചർച്ചയിലേക്ക് വരികയാണ്. ശ്രീ ഫക്രുദ്ദീൻ, ഇവിടെ സൂചിപ്പിച്ച പോലെ നേരത്തെ ഫക്രുദ്ദീൻ തന്നെ സൂചിപ്പിച്ചിരുന്നു, ഒരുപക്ഷെ ഒരു തലമുറ മാറ്റത്തിന്റെ ഒരു സാധ്യത. നേരത്തെ ശ്രീ മൈൻഹാജി ആവർത്തിച്ച് പറയുന്നുണ്ട് അവിടെ ഒരു പരാജയത്തെക്കുറിച്ച് ഒരു ഭീതിയില്ല എന്ന്. സ്വാഭാവികമായും ഫക്രുദ്ദീനും അത് ആവർത്തിക്കുകയുണ്ടായി. അതല്ല വിഷയം എന്നത് വ്യക്തമാണ്. അതിനും അപ്പുറത്തേക്ക് ലീഗിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ, നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, അത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്നതാണ്. അവിടെയാണ് ഫക്രുദ്ദീൻ സൂചിപ്പിച്ച തലമുറ മാറ്റം അടക്കമുള്ള വിഷയങ്ങൾ. ഒപ്പം ETA പോലെയുള്ള നേതാക്കൾ എടുക്കുന്ന നിലപാടുകളും. ഇത് എങ്ങനെയായിരിക്കും ഇനി കൈകാര്യം ചെയ്യപ്പെടുക? അതിന് മുമ്പ് ഒരു കാര്യം, ഇവിടെ CPM-ന്റെ പ്രതിനിധി ആരും ഇല്ല. അവിടെ ഏതൊരു വന്ന് ഇരുന്നിട്ട് CPM-നെതിരെ CPM-ന് എന്താ സീറ്റ് പിന്നെ കാശാർക്ക് വിൽക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടു. ഇവിടെ CPM-നെ സംബന്ധിച്ച് CPM-ന്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ നിങ്ങൾ മനസ്സിലായി, CPM-ന് അങ്ങനെ ചരിത്രമല്ല. രാഹുൽ ഗാന്ധിനെ പിന്നാലെ നടന്ന ഒരുത്തനെ 2011 പിടിച്ചിട്ട് ചാലക്കുടി സ്ഥാനാർത്ഥിയാക്കിയ പാരമ്പര്യം അവർക്കാണുള്ളത്. ഞാനത് കൂടുതൽ പറയാത്തത് എനിക്ക് നെഹ്റു കുടുംബത്തോട് ഒരു ചെറിയ റെസ്പെക്ട് ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും. പിന്നെ ഇന്ത്യയിലെ ലോക്സഭയിലുള്ള അംഗങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ BJP-യും കോൺഗ്രസ്സാണ് മില്യനൈസ് ആയിട്ട് ആളുകളുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രനായ മുഖ്യമന്ത്രി CPM-ന്റെ മണിക് സർക്കാർ ത്രിപുരയിൽ, അതുപോലെ തന്നെ ഏറ്റവും ദരിദ്രരായിട്ടുള്ള MP-മാർ. അതുകൊണ്ട് അവരവരുടെ പാരമ്പര്യം അവിടെ വെച്ചുകൊണ്ടിരുന്നാൽ മതി. ആ CPM-നെ വേണ്ടിയിട്ട് അടിക്കേണ്ട. അടിച്ചാൽ അതിട്ട് മറുപടി കുറച്ച് കൂടിപ്പോയി. ഞാനിപ്പോൾ അത് കയറ്റി പറയാത്തത് നെഹ്റു കുടുംബത്തിനോടുള്ള ഒരു റെസ്പെക്റ്റും ഇന്നത്തെ ഒരു സെക്യുലർ ഇന്ത്യ നിലനിർത്താൻ കോൺഗ്രസ് കൂടി അനിവാര്യമാണ് എന്നുള്ള യാഥാർത്ഥ്യബോധം എനിക്കുള്ളത് കൊണ്ടും ആ പ്രതിപക്ഷ ബഹുമാനം കാണിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ പറഞ്ഞതിലേക്ക് വരാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ലീഗിലെ ഒരു തലമുറ മാറ്റം എന്ന് വെച്ചാൽ, ലീഗിന്റെ ആദ്യകാല ലീഡർഷിപ്പ് കുറച്ച് കച്ചവടക്കാരും കുറച്ച് CH-നെ പോലെയുള്ള ഡിഗ്രിയൊക്കെയുള്ള കുറച്ച് ആളുകൾ ഉൾപ്പെടെ മുസ്ലിം സെക്കുലർ ആയിട്ടുള്ള മുസ്ലിം ജനസാമാന്യമായിരുന്നു. പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള കുറച്ചും കൂടി എന്താ പറയുക എഡ്യൂക്കേറ്റഡും അതേസമയം കുറച്ച് ടെക്നോക്രാറ്റിക് ലൈനിലുള്ള നേതാക്കന്മാർ വന്നത്. ഇപ്പോൾ ഉള്ളത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഹൈലി ഇന്റലക്ച്വൽ ആയിട്ടുള്ള കുട്ടികളുള്ള ഒരു സമുദായം മുസ്ലിം സമുദായമാണ്. അത് കഴിഞ്ഞൊരു 20 വർഷത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുള്ള വലിയൊരു വിദ്യാഭ്യാസപരമായ വിപ്ലവമുണ്ട്. അതിൽ നല്ലൊരു പങ്ക് ലീഗിലുണ്ട്. ഇപ്പം സംസ്ഥയിലൊക്കെ പഠിച്ചു പോയിട്ട് പല കുട്ടികളും വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലൊക്കെ നല്ല ഉയർന്ന വിദ്യാഭ്യാസം പൂർത്തിയാക്കി വരികയാണ്. അവർ പലരും ലീഗിന്റെ സപ്പോർട്ടേഴ്സുമാണ്. അപ്പോൾ അവർക്കെല്ലാം തന്നെ ഇപ്പോൾ സംസ്ഥയിൽ തന്നെ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ സമയത്ത് ഉണ്ടായ ചില മാറ്റങ്ങളുണ്ട്. അപ്പം ലീഗ് ഇങ്ങനെ ആയാൽ പോലെ ലീഗിന് കുറച്ച് മാറ്റം വന്നിട്ടില്ലെങ്കിൽ LDF-നോട് ഒരു തരത്തിലുള്ള തൊട്ടുകൂടായ്മ കൽപ്പിക്കേണ്ടതില്ല എന്നുള്ള അഭിപ്രായമൊക്കെ ഈ പറയുന്ന ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ ഉണ്ടായി വന്നിരുന്നു. ഈ ചെറുപ്പക്കാരും CPM-മാരൊന്നല്ല, അവർ കൃത്യമായിട്ട് രാഷ്ട്രീയത്തെ പഠിക്കുന്ന ലിബറൽ രാഷ്ട്രീയത്തെ പഠിക്കുന്ന ആളുകളാണ്. ലിബറൽ എന്നുകൊണ്ട് രാഷ്ട്രീയത്തെ പഠിക്കുന്ന ആളുകൾ ലീഗ് അനുഭാവികളാണ്. സ്വാഭാവികമായിട്ടും കുഞ്ഞാലിക്കുട്ടി സാഹിബുമായി പുതിയ ഫിറോസിനെ പോലെയുള്ള ആളുകൾ വരുമ്പം ഈ അപ്പുറത്ത് മുനവർ അലി തങ്ങളെ പോലുള്ള ആൾ യൂത്ത് ലീഗ് നേതാവായി ഇവരൊക്കെ
ലീഗിനൊക്കെ കൂടുതൽ ആക്സെപ്റ്റൻസ് കിട്ടി. ലീഗിന്റെ നിലവിലുള്ള പൊതുവെ സ്വീകാര്യമായിട്ടുള്ള ഒരു സെക്യുലർ സ്ട്രാറ്റജിയെ കുറച്ചുകൂടി മാറ്റം ഉണ്ടാക്കി, കുറച്ചുകൂടി ഒരു സെന്റർ റൈറ്റിൽ നിന്ന് സെന്റർ ലെഫ്റ്റിലേക്ക് ലീഗ് നീങ്ങാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അതേസമയം ഇ.ടിയെ പോലെയുള്ള ഇ.ടിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇ.ടി ഈ പറയുന്ന മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ഇപ്പം രണ്ടും കൂടി ഒന്നായി പിന്നെ രണ്ട് വിഭാഗം അതിൽ കുറച്ചും കൂടി ഫണ്ടമെന്റലിസ്റ്റ് ലൈനിലുള്ള ആളുകളായിട്ടൊക്കെ കൂടുതൽ അടുപ്പം സൂക്ഷിക്കുന്നു എന്നൊരു പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ സെക്കുലറായി വളരെ ജനകീയനായ സമയത്ത് മുസ്ലിം മാസിന്റെ ഇടയിൽ ഒരു ഫണ്ടമെന്റലിസ്റ്റ് ലൈൻ എടുത്തുകൊണ്ട് അപ്പീൽ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം ആയിരിക്കാം അദ്ദേഹം നടത്തി. ഏതായാലും മുജാഹിദ് വിഭാഗം ഒന്നായതോടുകൂടി കൂടുതൽ സെക്കുലർ ആവുന്ന ലൈനിലേക്ക് മുജാഹിദ് വിഭാഗം ഇപ്പൊ ഈ IS തൊട്ടൊക്കെ വന്ന സാഹചര്യത്തിൽ പഠന പ്രസംഗത്തിന്റെ സാഹചര്യം വന്ന സ്ഥിതിക്ക് ആ ഒരു ശ്രമം നിഷ്ഫലമാകാൻ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം കുഞ്ഞാലിക്കുട്ടി സാഹിബ് എടുക്കുന്ന ആ ഒരു സെക്കുലർ ലൈനിൽ നിൽക്കുകയും ഒപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഇദ്ദേഹം ഒരേ സമയത്ത് ഇപ്പം ഡൽഹിയിൽ കുറച്ചൊക്കെ ഒരു സ്പേസ് ലീഗിന് മുമ്പ് CH ഉണ്ടായിരുന്ന സ്പേസ് ബനാത്ത് പാലക്കുണ്ടായ സ്പേസ് കഴിഞ്ഞ ഒരു 8 വർഷമായിട്ട് നമ്മുടെ ഇ.ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്പേസിലേക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബ് കൂടി വരുമ്പോൾ രണ്ട് കൂട്ടിൽ ഒരു സിംഹം ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഏത് രീതിയിൽ വരുമെന്നൊക്കെ നമുക്ക് നോക്കിയിരുന്നേ കാണാൻ പറ്റുള്ളൂ. ശ്രീ സജീവൻ, ഇവിടെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ദേശീയ തലത്തിലുള്ള താങ്കളുടെ അഭിപ്രായം പറഞ്ഞു ഏത് വിധത്തിലായിരിക്കും ഒരുപക്ഷെ കുഞ്ഞാലിക്കുട്ടിയുടെ വിഷയമൊക്കെ കൈകാര്യം ചെയ്യപ്പെടുക എന്നത്. ഇവിടെ പറഞ്ഞതുപോലെ ശ്രീ ഫക്രുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു തലമുറ മാറ്റം ആ വിധത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ളൊരു സാധ്യത ഉണ്ടോ? ഈ കുഞ്ഞാലിക്കുട്ടി മാറി നിൽക്കുക എന്ന് പറയുന്ന ശ്രീ മൈനാജി പറഞ്ഞു അങ്ങനെ മാറ്റി നിർത്തപ്പെടുകയല്ല എന്ന്. പക്ഷേ അത് മറ്റൊരു രീതിയിലേക്ക് കൈകാര്യം ചെയ്യപ്പെടാൻ കേരളത്തിലെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യപ്പെടാനുള്ള സാധ്യത എത്രത്തോളമുണ്ട് ശ്രീ സജീവൻ? കുഞ്ഞാലിക്കുട്ടി സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ തലമുറ മാറ്റത്തെ കുറിച്ചാണ് ഫക്രുദ്ദീൻ പറഞ്ഞതെന്ന് തോന്നുന്നു. എനിക്ക് പൂർണ്ണമായിട്ടും കേട്ടില്ല. കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുമ്പോഴും, നേരത്തെ മായനാജിയും പറഞ്ഞു, ദേശീയ തലത്തിൽ പ്രവർത്തിക്കുമ്പോഴും കേരളം കൂടി അതിൻ്റെ ദേശീയ തലത്തിൻ്റെ ഭാഗമായതുകൊണ്ട് മാറ്റി നിർത്തപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നില്ല. മാത്രമല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ലീഗിന് കേരളം എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമല്ല. ലീഗിൻ്റെതായിട്ടുള്ള മണ്ഡലങ്ങളെല്ലാം അവർക്ക് സുരക്ഷിതമാണ്. പക്ഷെ ബാക്കിയുള്ള കുറെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് കോൺഗ്രസ് ഒപ്പം നിൽക്കുമ്പോൾ കോൺഗ്രസ് വേണ്ടത്ര സീരിയസ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ള പ്രശ്നം. അത് ലീഗ് നേതാക്കന്മാർ പരസ്യമായി സമ്മതിച്ചാലും ഇല്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ടുള്ള കാര്യം ഉറപ്പാണ്. ഓരോ പ്രശ്നങ്ങളെയും ഇപ്പോൾ കേരളത്തിലേക്ക് ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് പ്രശ്നങ്ങളെക്കുറിച്ച് അവർക്ക് വേണ്ടത്ര ബോധേടല്ല. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്, അത് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ദേശീയ തലത്തിൽ തുടർച്ചയായിട്ട് ഈ ഫാസിസ്റ്റ് ശക്തികളുടെ കയ്യേറ്റ അവരുടെ അപ്രമാദിത്വം ഉണ്ടാവുക എന്ന് പറയുന്നത് മോദി സർക്കാരിൻ്റെ ഭരണം അടുത്ത തവണയും 2021 ഇതേപോലെ ആവർത്തിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രശ്നമുണ്ടാകും. അപ്പം അതുകൊണ്ട് ദേശീയ തലത്തിൽ ശക്തി പ്രാപിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യം ലീഗ് ഇപ്പോൾ കാണുന്നുണ്ട്. കാരണം ഈ അവരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാനമാനങ്ങളെക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് അവർ കാണുന്നത് ന്യൂനപക്ഷങ്ങളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അതാണ് അവർക്ക് കാര്യമായിട്ട്. ഇത് വളരെ ഇത്രയും കാലത്തിനിടയിൽ നമുക്കറിയാം ലീഗ് ഉണ്ടായിട്ട് ഇത്രയും കാലമായിട്ടും 70 വർഷക്കാലത്തിനിടയിൽ പോലും ദേശീയ തലത്തിൽ വലിയ ഒരു പ്രസ്ഥാനമാക്കി മാറ്റിയിരുന്നില്ല അവരുടെ ദേശീയ പാർട്ടി എന്ന് പറയുന്നത് പോലും വേണമെങ്കിൽ സംസ്ഥാന പാർട്ടിയാണ്, ദേശീയ കമ്മിറ്റികളുണ്ടെങ്കിൽ പോലും. പക്ഷേ ഇത്തവണ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ദേശീയ തലത്തിൽ ഇതിനെ സംഘടിപ്പിക്കാൻ, ആ യൂത്ത് ലീഗിൻ്റെ കാര്യത്തിലാണെങ്കിലും ലീഗിൻ്റെ കാര്യത്തിലാണെങ്കിലും സംഘടിപ്പിക്കാനുള്ള പ്രവർത്തനം, സാമൂഹ്യ രംഗത്തും ജീവകാരുണ്യ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ പോകുന്നതിന് കാരണം ഇവിടെ കേരളത്തിൽ മറ്റ് മുസ്ലിം രാഷ്ട്രീയ കക്ഷികൾ തന്നെ പലതും രംഗത്ത് വന്നെങ്കിൽ പോലും ലീഗിൻ്റെ ഒരു നിയന്ത്രണത്തിനിടയിൽ ഇവർക്കൊന്നും വളരാൻ പറ്റിയിരുന്നില്ല. ദേശീയ തലത്തിൽ അങ്ങനെ ഒരു ഇത് നിയന്ത്രണമില്ലാണ്ട് പോലും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു സ്ഥലത്തും വളർന്നില്ല. അപ്പോൾ എന്നിട്ട് പോലും ഇതെല്ലാം ഓരോ സ്ഥലങ്ങളിൽ വോട്ട് ബാങ്കുകളായിട്ട് മാറുക, പക്ഷെ അത് റിസൾട്ട് ഉണ്ടാവാത്ത രൂപത്തിലേക്ക് പോവുക എന്നുള്ള അവസ്ഥയുണ്ട്. ഇതിന് പകരമായിട്ട് ദേശീയ തലത്തിലും മതേതര കൂട്ടായ്മ ഉണ്ടാക്കാനുള്ള തീവ്രമായിട്ടുള്ള ശ്രമം തന്നെയാണ് അവർ നടത്തുന്നത് നമ്മൾ കാണണം. അപ്പോൾ അതിനെങ്ങനെ കണ്ടുകൊണ്ട് തന്നെ വേണം കാണാം. പിന്നെ രണ്ടാമത് കേരളത്തിൽ സ്വാഭാവികമായിട്ടും തലമുറയിൽ ഉണ്ടാകുന്ന മാറ്റമുണ്ട്. പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലെ ഒരാൾ രംഗത്തേക്ക് വന്നിട്ടുള്ളതിന് മുമ്പേ അതിനു മുമ്പ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആൾ ഇപ്പോൾ ഈ CH പോലെയും മറ്റുള്ള ആളുകൾ ഇവിടെ അരങ്ങിലുണ്ടായിരുന്നതാണ്. അവർ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തലമുറ വരും.
ആ തലമുറയിൽ വരുന്ന ഇപ്പൊ നമുക്കറിയാം യൂത്ത് ലീഗിന്റെ നേതൃസ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് മുനവറിൽ തങ്ങളെ പോലുള്ളൊരു ആളാണ്. പാണങ്കാടത്തുള്ള ഒരാൾ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ വന്നു പറയുന്നത് സ്വാഭാവികമായിട്ട് അവർക്ക് കിട്ടാവുന്ന ഒരു പുതിയ തലമുറയുടെ രംഗപ്രവേശമാണ്. അങ്ങനെ ഉണ്ടായേക്കാം. അപ്പൊ അത്തരത്തിൽ ഒരു തലമുറ മാറ്റം ഉണ്ടാവും. അത് കുഞ്ഞാലിക്കുട്ടിയെ മാറ്റി നിർത്താൻ വേണ്ടി ഉണ്ടാവുന്നത് ഒരു തലമുറ മാറ്റമാണെന്ന് തോന്നുന്നില്ല. ഇവിടെ ചില നിരീക്ഷകർ പറയുന്നത് കേട്ടു, ഇവിടെ സെക്കുലർ രാഷ്ട്രീയത്തെ സംബന്ധിച്ചൊക്കെ പറയുന്നത് കേട്ടു. ഞാനതിനൊന്നും മറുപടി പറയുന്നില്ല. പക്ഷെ ഒറ്റ കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഗോവയിൽ വളരെ സെക്കുലറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവകാശപ്പെട്ടുകൊണ്ട് മത്സരിച്ചതിന് ശേഷം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് സഖാവ് പിണറായി വിജയനോടൊപ്പം ഇരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം NCP, അവരിന്ന് BJPയുടെ മനോഹർ പരീക്കറിന് പിന്തുണ കൊടുത്തുകൊണ്ട് വർഗീയ രാഷ്ട്രീയം കളിക്കുന്നു. അവർ വീണ്ടും ഇടതുപക്ഷത്തിൽ തന്നെ തുടരുമോ, അവരെ പുറത്താക്കുമോ എന്നറിയാൻ ഞങ്ങൾ സ്വാഭാവികമായിട്ടും മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഈ വിഷയം ഉയർത്തും. ഒന്ന്. രണ്ടാമത്തെ വിഷയം, ഞാൻ പറഞ്ഞത് ടങ്ക് സ്ലിപ്പായിട്ടൊന്നും അല്ല സൗമ്യയെ, ഞാൻ പറഞ്ഞത് പണച്ചാക്കുകൾക്ക് വഴിമാറി കൊടുക്കുമെന്നുള്ളത്. ഞാൻ ഇപ്പോഴും പറയാം, ഇവർ കൃത്യമായിട്ട് തന്നെ ഏതെങ്കിലും ഒരു സ്വതന്ത്ര വേഷത്തിൽ ഒരു പണച്ചാക്കിനെ തന്നെ നിർത്തും. കാര്യം എന്താ, താനൂരിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണിക്കെതിരായി അവർ മത്സരിപ്പിച്ചത് അറിയാ? കേരളത്തിലെ ഏറ്റവും വലിയ പണച്ചാക്കുള്ളതായി അബ്ദുറഹ്മാനെയാണ് മത്സരിപ്പിച്ചത് അവിടെ. അതുപോലെ തന്നെ PV അൻവർ കേരളത്തിലെ ഇവിടെ നിലമ്പൂർ സീറ്റിന് വേണ്ടി പലരും ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട സംഭവമൊക്കെ നമുക്കറിയാം, അത് അന്തർതലങ്ങളിൽ അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ നിലമ്പൂർ സീറ്റിൽ മത്സരിച്ച നമ്മുടെ ആര്യാടൻ ഷൗക്കത്തിനെതിരായി മത്സരിച്ച നിലമ്പൂരിലെ PV അൻവർ അവിടുത്തെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നുവെന്നും അദ്ദേഹം പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി റെയിൽവേ സ്റ്റേഷനിൽ കണ്ടിട്ടുള്ളതല്ലാതെ ഒരു കാലത്ത് പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഇവിടെ പല നിരീക്ഷകരും മറച്ചുവെക്കുകയാണ്. 3. ലില്ലി സാഹിബ്. ആരാ ലില്ലി സാഹിബ്? ആ ലില്ലി സാഹിബ് എന്ന് പറയപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായ ശൃംഖലയിൽപ്പെട്ട ആളാണ്. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. മലപ്പുറം ജില്ലയിൽ 7 സ്ഥലങ്ങളിൽ സ്വതന്ത്ര വേഷത്തിൽ വന്നത് അവിടുത്തെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായികളായിരുന്നു എന്നുള്ളത്. മലപ്പുറം തെരഞ്ഞെടുപ്പിൽ കാൻഡിഡേറ്റ് ആയിട്ട് വരാൻ സാധ്യത അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് വേണ്ടി മത്സരിച്ച ആരെങ്കിലും ആയിരിക്കില്ല. സ്വതന്ത്ര വേഷത്തിൽ ഏതെങ്കിലും ഒരു പണച്ചാക്ക് വന്ന് മത്സരിക്കും. രണ്ടത്താളി നിലമ്പൂരിൽ നിർത്തി നിലമ്പൂരൊക്കെ നിർത്തി നേഹു കുടുംബമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒന്നാം തരം കോൺഗ്രസ്സുകാരെ നിങ്ങളെ പോലെ കണ്ട പെണ്ണുപിടിയമാർക്ക് കൊടുക്കുന്ന പരിപാടിയല്ല. ആ മൊത്തം കോൺഗ്രസ് ഞാൻ പറയുന്നത് നിന്നെ പോലുള്ള വൃത്തികെട്ട കോൺഗ്രസുകളുടെ അടുത്താണ് പറയുന്നത്. അത്തരത്തിലുള്ള കമന്റുകളിലേക്ക് പോകണ്ട, ക്ഷമിക്കണം. ശ്രീ മൊയ്ൻ ഹാജി, അവസാനമായി ഒന്ന്, ഇവിടെ 2 വിഷയങ്ങൾ ചർച്ചയിൽ പൊതുവിൽ ഉയർന്നു വന്നത്. മലപ്പുറം തെരഞ്ഞെടുപ്പ് എന്നത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു കീറാമുട്ടി അല്ല, പക്ഷേ ലീഗ് വലിയൊരു ചേഞ്ചിലൂടെ കടന്നു ാണ്. ഈ പ്രത്യേകിച്ച് മുനവർ അലി തങ്ങളെ പോലെയുള്ളവരുടെ നേതൃസ്ഥാനത്തേക്കുള്ള യൂത്ത് ലീഗ് നേതാവായി വന്ന ഒരു സാഹചര്യം, അത് ആ ഒരു തുടർച്ച, പുതിയ തലമുറ ഒരു നേതൃസ്ഥാനങ്ങളിലേക്ക് വരുന്ന ഒരു തുടർച്ച, അതിന്റെ ഒരു പ്രതീക്ഷ വല്ലാതെ ലീഗ് രാഷ്ട്രീയത്തെ സ്നേഹിക്കുന്നവരുടെ ഇടയിലുണ്ട്. ഒപ്പം കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള സെക്കുലർ മുഖമുള്ള ഒരു വ്യക്തി മാറ്റി നിർത്തപ്പെടുമ്പോഴുള്ള ആശങ്ക, സ്വാഭാവികമായി മാറ്റി നിർത്തപ്പെടുകയല്ല എന്ന് താങ്കൾ പറയുന്നുണ്ട്. അതിനെ എത്രത്തോളം സേവ് ചെയ്യാൻ കേരളത്തിൽ ആകും എന്ന ഒരു വിഷയമുണ്ട്. ഈ വിഷയങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? വളരെ പെട്ടെന്ന് ശ്രീ മൊയ്ൻ ഹാജി. ഈ വിഷയത്തിലൊന്നും ഒരു പ്രശ്നമില്ല. മുനവർ അലി ശിഹാബ് തങ്ങൾ യുവതലമുറയുടെ പ്രതിനിധിയായി യൂത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. ഇതിനു മുമ്പും യൂത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള എല്ലാ യൂത്ത് വിഭാഗത്തിന്റെ പ്രസിഡന്റായ എല്ലാവരും പുതുതലമുറയായിരുന്നു. അതൊരു പുതുമയൊന്നുമല്ല. എല്ലാവരും തൊട്ടു മുമ്പ് റിട്ടയർ ചെയ്ത സാദിഖലി ആണെങ്കിലും, അതിനു മുമ്പുള്ള KM ഷാജി ആണെങ്കിലും, അതിനു മുമ്പുള്ള മുനീർ ആണെങ്കിലും, അതിനു മുമ്പുള്ള BKK ബാവ ആണെങ്കിലും, അവരൊക്കെ യുവതലമുറയുടെ യങ് ജനറേഷന്റെ പ്രതിനിധിയായിരുന്നു അക്കാലത്ത്. അതുകൊണ്ട് മുനവർ അലി ശിഹാബ് തങ്ങളെ കൊണ്ടുവന്നത് ഒരു പുതിയ കാര്യമാണ് എന്നൊന്നും പറയണ്ട. അല്ല, ആ ഒരു മാറ്റം, ആ ഒരു തലമുറ മാറ്റം ലീഗിന്റെ നേതൃത്വത്തിലേക്ക് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചേഞ്ച് ആയിരിക്കുമോ? സ്വാഭാവികമായിട്ട് എല്ലാ കാലത്തും നടക്കാറുണ്ടല്ലോ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരു കാലത്ത് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിന്റെ ലീഡറായിരുന്നു, മുസ്ലിം യൂത്ത് ലീഗിന്റെ ലീഡറായിരുന്നു. അദ്ദേഹം യൂത്ത് ലീഗിന്റെ പ്രതിനിധി, MSFന്റെ പ്രതിനിധിയായി കടന്നു വന്ന് യൂത്ത് ലീഗായി, പിന്നീട് ലീഗായി. സമയപരിമിതി കൊണ്ടാണ്. വളരെ നന്ദി ശ്രീ മൊയ്ൻ ഹാജി അവസരത്തിൽ ഞങ്ങളോട് സംസാരിച്ചതിനൊപ്പം തന്നെ ശ്രീ ഫക്രുദ്ദീൻ, ശ്രീ സജീവൻ, ശ്രീ ഷഫീർ ചർച്ചയിൽ പങ്കുചേർന്ന് സംസാരിച്ചത്.